എൻ്റെ ജീവിതകഥ പറയുമ്പോൾ ഒരു ലവ് സ്റ്റോറി ഒക്കെ കിടക്കട്ടെ, ആ രീതിയിൽ സെറ്റ് വെച്ച സാധന. എനിക്ക് ആർമിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് കഥയല്ലേ, ആർമിക്കാരി തന്നെ ആയിക്കോട്ടെ. പക്ഷെ ലാലേട്ടൻ ചോദിച്ചപ്പോ എന്താ പറയാത്ത? ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണത് ഷീചേട്ടൻ്റെ അടുത്താ. ഷീചേട്ടൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ്. അപ്പൊ ഞാൻ ഇപ്പൊ റോക്കിയെയും മിഥുനെയും വെച്ചിട്ട് ഓൾ ദി ബെസ്റ്റ് എല്ലായിരിക്കും. ലാലേട്ടൻ എന്നെ അന്നത്തെ ദിവസം പൊക്കുന്നു. അനിയ നീ പറഞ്ഞ എന്തെങ്കിലും കള്ളത്തരണ്ട? കള്ളത്തരൊന്നുമില്ല, കറക്റ്റാ. സനാന്ന് പറയണ പെൺകുട്ടി മരിച്ച കേസ് റിനോഷിനോട് ഞാൻ ബെഡ്റൂമിൽ കിടന്നു പറയും. റിനോഷ് കരഞ്ഞ് മറ്റേ മൂക്കുട്ടെ കൊലിപ്പിച്ച് കരഞ്ഞു. എനിക്ക് ആകെ വിഷമമായി. ലാലേട്ടൻ ചോദിക്കുമ്പോ ബോധം കെട്ട് പോകുന്നത് ഒറിജിനലി ഉണ്ടായോ? അതെ, എനിക്ക് എന്താ തോന്നുന്നത്, ശോഭ എപ്പോഴും അതിന്റെ ഉള്ളിൽ വെച്ചാൽ എന്റെ മോൻ എന്ന് പറഞ്ഞ്, അപ്പൊ ഞാൻ മോൻ പോടി എന്നൊക്കെ പറയും. ലാലേട്ടനെ കണ്ടോ? ലാലേട്ടനെ കണ്ടു. ലാലേട്ടാ മോനെ അനിയ ഓക്കെ അല്ലടാ? അതെ ലാലേട്ടാ, കലക്കി ലാലേട്ടാ. ഇപ്പൊ തിരിച്ചു കൊണ്ടുപോയി ബിഗ് ബോസ് 6 ഇട്ട് കഴിഞ്ഞാൽ മിഥുൻ എന്തായിരിക്കും പ്രകടനം? ഞാൻ പോണില്ല ബ്രോ. അനിയൻ മിഥുനാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ്. നമസ്കാരം ചേട്ടാ. അനിയ, ബിഗ് ബോസ് സീസൺ 5 ശരിക്കും റേറ്റിംഗിലേക്ക് കയറ്റിയ ശേഷം പുറത്തു വന്നിട്ട് മീഡിയയിൽ നിന്ന് അപ്രത്യക്ഷമായി, മീഡിയയിൽ പിന്നെ വന്നില്ല. എവിടെയാണ് ശരിക്കും അനിയൻ മിഥുൻ ഇപ്പോൾ? ഞാൻ കറന്റ്ലി ഒഫീഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള വുഷു അസോസിയേഷൻ്റെ അണ്ടറിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും JB ഫിറ്റ് ട്രിവാൻഡ്രം, ആ ജിമ്മിലാണ് ഞാൻ ഇപ്പോൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിരിക്കുന്ന ജിം, ഈ ജിമ്മ് അതാണ്. പക്ഷേ ഇവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. വർക്കൗട്ടും കാര്യങ്ങളും അതും ഒഫീഷ്യലി കേരള വുഷു അസോസിയേഷൻ്റെ അണ്ടറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ ചോദ്യങ്ങൾ ബാക്കിയാക്കിയാണ് ശരിക്കും ചോദിക്കും മീഡിയയുടെ മാറി നിന്നത്. ഒരുപക്ഷെ അതിനുശേഷം ഒരു ഇന്റർവ്യൂ മറ്റോ ആണ് അനിയൻ സംസാരിക്കുന്നത് ഞാൻ വല്ലാണ്ട് ഇന്റർവ്യൂവും കാര്യങ്ങളും ഒന്നും കൊടുത്തിരുന്നില്ല. പിന്നെ ഒന്നാമത് ഭയങ്കര വലിയ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒബീസിലി എൻ്റെ മറ്റേ ഉഷുയുടെ കാര്യങ്ങളിലൊക്കെ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും ചെയ്യാൻ വേണ്ടി ഞാൻ അതിനു വേണ്ടി കുറച്ച് എന്താ പറയുക, ഒരു കോർട്ട് ഓർഡറിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തൊക്കെയായിരുന്നു. ഹൈക്കോടതി നമ്മളത് കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് അന്ന് സംസാരിച്ചിരുന്നല്ലോ, ആരിഫ് ഉൾപ്പെടെ. അതെ, ഡോക്ടർ ആരിഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരനൊക്കെ വന്ന് സംസാരിച്ചത്. അതും കേരള വുഷു അസോസിയേഷൻ്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ എന്നൊക്കെ പറയുമ്പോഴാണ് പുള്ളി വന്ന് ഇങ്ങനെ സംസാരിച്ചത്. റൈറ്റ്, ഞാൻ പുറത്തിറങ്ങുമ്പോഴാണ് ഇങ്ങനെയുള്ള കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ നടക്കേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം നടക്കേണ്ടെന്നുള്ളത്. ഞാൻ പ്രതീക്ഷിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനയുടെ ഇഷ്യൂ കാര്യങ്ങൾ അതൊക്കെയാണ് എന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് പോയ കാര്യങ്ങളാണ്. റൈറ്റ്, നേരെ മറിച്ച് ഞാൻ ഇറങ്ങിയപ്പോൾ നേരെ തിരിച്ചായിരുന്നു. പ്രൊഫഷനിൽ കയറിയിട്ടാണ് ഈ ഒരു ഷോന്ന് എൻ്റെ പ്രൊഫഷനിൽ കുറച്ചും കൂടി വേർത്തായിട്ട് വരുന്നത് ചിന്തിച്ചതും. ഈ ഒരു സാധനം മറ്റേ റേറ്റിങ്ങും കാര്യങ്ങളും ഞാൻ പ്ലാൻ ചെയ്ത് പോയൊരു സംഭവം. ഇത് ഇങ്ങനെ നടക്കുന്ന ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ നേരെ മറിച്ച് ഈ പുള്ളിക്കാരൻ വന്ന് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എന്തായാലും എനിക്ക് അതിനെതിരെ സംസാരിച്ചേ പറ്റൂ. എനിക്ക് എന്തായാലും അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ കേരള വുഷു അസോസിയേഷനെ കൊണ്ട് ആൾക്കെതിരെ കേസ് കൊടുപ്പിച്ചു ഹൈക്കോടതിയിൽ. ഇങ്ങനെയൊക്കെയാണ് കാര്യം, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെതായ രീതിക്ക് നോക്കുമെന്ന് പറഞ്ഞു. ഇല്ല, അവർ തന്നെ അസോസിയേഷൻ ഇപ്പോൾ എന്താ പറയുക കേസും കാര്യങ്ങളും കൊടുത്തു. കേസ് ജയിച്ചു, ഹൈക്കോടതിയിൽ നമുക്ക് ഉത്തരവ് കിട്ടി. ഞാനപ്പോൾ അതും വലിയൊരു ഇതാക്കിയില്ല. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോഴത്തെ അസോസിയേഷൻ്റെ ആൾക്കാരെയും കൊണ്ടുവന്ന്, അപ്പോഴും ഞാൻ ഇന്റർവ്യൂ ഒന്നും കൊടുത്തില്ല. അതിനുശേഷം ഇത് ഫസ്റ്റ് ഇന്റർവ്യൂ കാര്യങ്ങൾക്കൊക്കെ ശേഷം. അസോസിയേഷനോ ഇല്ലെങ്കിൽ ഫെഡറേഷനോ ഇത് തമ്മിലുള്ള ഒരു അധികാര തർക്കം ഉണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രൊഫഷണൽ വുഷുവാണ് ചെയ്തിരുന്നത്, പ്രൊഫഷണൽ ഫൈറ്ററാണ്. അപ്പോൾ ഞാൻ കയറുമ്പോഴേ അങ്ങനെ പറയുന്നുണ്ട്, പ്രൊഫഷണൽ ഈ പുള്ളിക്കാരൻ അമ്യൂച്ചറിലുള്ളതാണെന്നാണ് പറയുന്നത്. അമ്യൂച്ചറിലെ കേരള വുഷു അസോസിയേഷന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ. ഒബിയസ്ലി ആൾക്കാര് അതുവരെ എന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ കേരളത്തിലെ. എല്ലാവരുടെ കേസും അല്ല, എന്നാൽ ഒരു 90% ആൾക്കാരും കേരളത്തിലെ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് വുഷു എന്ന് പറയുന്ന ഒരു സ്പോർട്സ് മനസ്സിലാക്കുന്ന അനിയൻ പറയുന്നത് ആണ്. അതുവരെ പല ആൾക്കാർക്ക് അതിനെ കുറിച്ച് ഒരു നോളജ് ഇല്ല. റൈറ്റ്, ഈ പുള്ളിക്കാരൻ വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ അതിന്റെ അകത്താ. അപ്പൊ പുള്ളി അതിൻ്റെതായ മറ്റേ വെൽ ഡ്രസ്ഡ് ആയിട്ട് പറഞ്ഞ മാതിരി എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു. അതും കേരള വുഷു അസോസിയേഷന്റെ ഇങ്ങനെയൊക്കെയുള്ള ഒരു മെയിൻ ഒഫീഷ്യൽ ആണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി സംസാരിക്കുന്നത്. അപ്പോൾ ഒബിയസ്ലി ആള് പറയുന്നത് വിശ്വസിക്കാനായിട്ട് ഒരു വലിയ ജനവിഭാഗം ഉണ്ടായിരിക്കും. ഞാൻ പ്രൊഫഷണൽ ആണെങ്കിൽ പോലും ഞാൻ അമ്യൂച്ചറിൽ ഉണ്ടായിരുന്നത് ഒരു ഭാഗം തന്നെയാണ് അമ്യൂച്ചറിൽ. ഞാൻ അമ്യൂച്ചറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തതും പിന്നെ പ്രൊഫഷണലിൽ തുടർച്ചയായിട്ട് കൊണ്ടുവരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനത്തെ ഒരു പ്ലെയറാണ്. അമ്യൂച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് സത്യത്തിൽ ഏത് സ്കൂൾ ടൈമിലാണോ അത് പ്ലസ് 2 ടൈമിലാണോ? സ്കൂൾ ടൈമിലാണ് ഞാൻ കരാട്ടേന്നാണ് സ്റ്റാർട്ട് ചെയ്യണം ബ്രോ. കരാട്ടേന്നാണ് ഞാൻ ഉഷുവിലേക്ക് മാറുന്നത്.
പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈം തന്നെ. ഇതിനകത്തൊരു ക്ലാരിറ്റി വരുത്താൻ കാരണം എന്ന് വെച്ചാൽ അനീഷ് ഗുരുവാണല്ലോ. അനീഷ് സാറിനോട് സംസാരിക്കുന്ന സമയത്ത് ചെറുപ്പത്തിൽ പഠിച്ചിട്ടില്ല, ചെറുപ്പത്തിൽ കരാട്ടെ മാർഷൽ ആർട്സ് മാത്രമേ അറിയാവുമായിരുന്നുള്ളൂ, കരാട്ടെ ആണെന്ന് തോന്നുന്നു സ്പെസിഫിക് ആയിട്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് +2 ആ ടൈമിലും മറ്റുമാണ് ഉഷുവിലേക്ക് ഇറക്കുന്നത്. അത് അനീഷ് സാറാണ് കണക്ട് ചെയ്തതെന്നാണ് പറഞ്ഞത്. +2 അല്ല, ഞാൻ അതിന് മുന്നേ ഉഷുവിലേക്ക്, അതും ട്രിവാൻഡ്രത്ത് തന്നെ. അതും ഇപ്പോഴുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചറിയാം. അതിപ്പോ പലരും പല കാര്യങ്ങൾ പറഞ്ഞ് അവർ തന്നെ മാറ്റി പറയുന്നുണ്ട് ഇപ്പോൾ പല ആൾക്കാരും. അപ്പൊ ഞാൻ ഇവരൊക്കെ ഓരോന്ന് പറയണത് ഇങ്ങനെ മാറ്റി പറയാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അതിനേ സമയം ഉണ്ടാവുള്ളൂ. റൈറ്റ്. ഞാനത് കാരണം ഒരു മീഡിയയുടെ മുന്നിൽ കൊടുക്കണേ ഭേദം ഒരാൾക്ക് ഇനി എന്നെ കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം കയറി നോക്കി കഴിഞ്ഞാൽ ഞാൻ ഫുൾ എവിഡൻസ് ആണ് ഇപ്പോഴേക്കണത്. ഈവൻ ഞാൻ ആ കോട്ട് ഓർഡർ ഇട്ടിട്ടുണ്ട്, ഓരോ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്, എല്ലാം ഒരു പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞിട്ട് എല്ലാം വിശദീകരിച്ച് ഞാനും പ്ലസ് ഇപ്പോഴത്തെ സെക്രട്ടറിനെ കൊണ്ട് സംസാരിപ്പിച്ചതും പ്ലസ് പ്രസിഡന്റ്, ഈ പറഞ്ഞ പല മാഷ്മാരും അവരൊക്കെ സംസാരിക്കണ ഞാൻ അപ്പോൾ പോലും വല്ലാണ്ട് പ്രതികരിച്ചിരുന്നില്ല. അത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ടുള്ള സംഭവം മാത്രമായിരുന്നു. എന്നാൽ പോലും ഞാൻ പിന്നെയും ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത് ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല, ഒരു കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. കരാട്ടെ അധ്യാപകൻ അബ്യൂസ് ചെയ്തിട്ട് ഒരു പോസ്കോ കേസൊക്കെ ആയിട്ട് അറിയുന്ന ഇല്ല അല്ലേ? ഇതിനെതിരെ പല അസോസിയേഷനും പ്രസ് മീറ്റിംഗ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് ഞാനും ഇതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രസ് മീറ്റിംഗ് കൊടുക്കാനുള്ള കാരണങ്ങൾ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ ഉഷുയുടെ അസോസിയേഷൻ നേരിട്ട് പോയി കൊടുത്തു. അപ്പോൾ അതുപോലും എല്ലാ മീഡിയയിലും വന്നില്ല എന്നുള്ളതാണ്. അതെന്താ കാരണം? ആണ് പൈസ ഉള്ളവന് എന്തും മറിക്കാൻ പറ്റും. അത്ര പോപ്പുലർ അല്ലാത്തതുകൊണ്ട് ആൾക്കാർ ഇത് ഉഷുയുടെ കേസല്ല ബ്രോ. ഞാനൊരു അത്ലറ്റ്, നല്ലൊരു അത്ലറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കണത്. എൻ്റെ ഗെയിമിൽ അല്ലെങ്കിൽ ഒരു മാർഷൽ ആർട്സിൽ ഒരു പെൺകുട്ടിനെ ഒരാൾ എന്താ പറയുക, അത് പ്രായപൂർത്തിയാവാത്ത ഒരു കുഞ്ഞു കൊച്ചിനെ എന്താ പറയുക അബ്യൂസ് ചെയ്ത് എന്താ പറയുക ആ കുട്ടി ആത്മഹത്യ, ഓക്കെ, എന്താ പറയുക EMI എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് അണ്ടറിലാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്ത് എന്നിട്ട് ഇയാളെ പുറത്താക്കുന്നില്ല ഈ വ്യക്തി. കാരണം വെച്ചാൽ ഈ കലി എന്ന് പറഞ്ഞ ഒരാളാണ് ഈ കൊച്ചിനെ ഇങ്ങനെ ചെയ്ത് ആ കൊച്ച് ആത്മഹത്യ അതിപ്പോൾ അങ്ങനെ ആക്കി മാറ്റിയവർ. ഓക്കെ, അങ്ങനെ ആക്കി മാറ്റി, അല്ലെങ്കിൽ കൊലപാതക ശ്രമം എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ പോകേണ്ട കേസ് അങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ ആക്കി മാറ്റിയത്. അപ്പം ഈ പുള്ളിക്കാരനെ പുറത്താക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇതേ സെയിം പുള്ളിക്കാരൻ ഇതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് തന്നെ ഇതിന് മുന്നും വേറെ കൊച്ചിനെ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അതും കേസായതാണോ? അതും കേസായിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഇതൊന്നും ആയില്ല. മനസ്സിലായ? അതാണ് ബ്രോ അതിന്റെ ഇൻഫ്ലുവൻസും പൈസയും. ഇപ്പൊ പോലും ഇത് വലിയൊരു ഇഷ്യൂ ആയിട്ടില്ല. എനിക്ക് തോന്നല്ല നിങ്ങൾ നാളെ ഇടുന്നു. ഈ ഒരു കേസ് അടക്കം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഷെയർ ചെയ്ത് എല്ലാം അത്ര ആൾക്കാർ കാണട്ടെ. എനിക്ക് ഇതിനെ എന്താ പറയാ, ഇതെന്റെ പേഴ്സണൽ ഇഷ്യൂ അല്ല, ഇത് പേഴ്സണൽ കാര്യമല്ല, ഇത് പൊതുവാണ്. നാളെ എൻ്റെയോ നിങ്ങളുടെയോ അല്ലെങ്കിൽ നമ്മുടെ ആരുടെയെങ്കിലും കൊച്ചുങ്ങൾക്ക് ഇത് വരുമ്പോഴേ നമുക്ക് ഇതിന്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ. റൈറ്റ്? അപ്പം നമ്മളൊരു പ്രത്യേകിച്ച് ഒരു മാർഷൽ ആർട്സ് സ്കൂളിൽ നമ്മൾ കൊണ്ടാക്കുമ്പോൾ, ഒരു കൊച്ചിനെ കൊണ്ടാക്കുമ്പോൾ ഒരിക്കലും അത് ഒരു മെഡൽ പ്രതീക്ഷിച്ചിട്ടല്ല, പ്രത്യേകിച്ച് പെൺപിള്ളേരെ കൊണ്ടാക്കണം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. റൈറ്റ്? അവരുടെ ഒരു സെൽഫ് ഡിഫെൻസ്, സമൂഹത്തിൽ കുറച്ചും കൂടി ധൈര്യമായിട്ട് നിൽക്കണം. പക്ഷെ നമ്മൾ വിശ്വസിച്ച് ചെയ്യുന്ന ആൾക്കാർ തന്നെ ഇമാതിരി പണത്തിനും കാര്യങ്ങൾക്കും വേണ്ടി ഇമാതിരി ക്രൂരതയും എങ്ങനെ നമുക്കത് മിണ്ടാണ്ടിരിക്കാൻ പറ്റും? അപ്പൊ ഈ അസോസിയേഷന്റെ ചില തർക്കങ്ങളിൽ മിഥുന്റെ കേസ് ഇങ്ങനെ പെട്ടുപോവായിരുന്നു എന്നാണോ പറയാൻ ശ്രമിക്കണേ? മനസ്സിലായില്ല. മിഥുൻ ഇതിനകത്ത് ഈ പറയുന്ന മിഥുനെതിരെ പുള്ളിയൊക്കെ സംസാരിക്കുന്നത് ഇതെന്തെങ്കിലും കോൺഫ്ലിക്റ്റിലാണോ? അതേ മിഥുൻ അതെല്ലാം ഇപ്പൊ അസോസിയേഷൻ തന്നെ തിരിച്ച് റെഡിയാക്കി കൊടുത്തു. ഇപ്പൊ ഞാൻ എല്ലാ എവിഡൻസും കാര്യങ്ങളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എല്ലാം ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിതില് എന്താ പറയാ ശബ്ദം ഉയർത്താൻ തുടങ്ങിയത് ഈ ഒരു കേസ് വന്നപ്പോഴാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമിൽ ഒരു കൊച്ചിന് ഈ ഒരു അവസ്ഥ വന്ന്, അതും ഈ ഒരാൾ സപ്പോർട്ട് ചെയ്തിട്ട് ഈ EMI എന്ന് പറയുന്ന ഈ അസോസിയേഷൻ ഉണ്ട്, അതായത് ഈ ഡോക്ടർ ആരിഫ് CP എന്ന് പറയുന്ന ആളുടെ അണ്ടറിലാണ് ഇത്രയും പ്രശ്നം. അപ്പം അതുവരെ ഞാനിതൊന്നും വലിയ ഇതൊന്നും ആക്കിയിരുന്നില്ല. ഓക്കെ, അയാൾ എന്നെ ഇതാക്കിയത് അയാൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു എന്നാ. അപ്പം ഞാനെന്ത് വെച്ച് കഴിഞ്ഞാൽ അത് നിയമപരമായിട്ട് അത് ഉഷുയുടെ അസോസിയേഷൻ വന്ന് നോക്കിക്കോട്ടെ എന്ന് ഞാനത് അവർക്ക് കൊടുത്തു. അവർ തന്നെ ഡീൽ ചെയ്തു. മിഥുന്റെ കേസിൽ ഇവർ സംസാരിക്കുന്നത് എന്തുകൊണ്ടായിരുന്നു എന്നാണ് മിഥുൻ മനസ്സിലാക്കണേ? മിഥുൻ മറ്റൊരു അസോസിയേഷൻ സ്വാർത്ഥ താല്പര്യം, അതെ, മറ്റൊരു ഈ അസോസിയേഷന്റെ കോൺഫ്ലിക്റ്റിൽ വേറൊരു ഭാഗത്ത് മിഥുൻ നിൽക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഒരു ഫുട്ബോൾ കളിക്കാരനാണെന്ന് വിചാരിക്കാം. ഓക്കെ ബ്രോ, ഒരു ക്രിക്കറ്റർ. അപ്പം ഞാൻ എൻ്റെ ഫുട്ബോൾ കളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു പരിപാടിയിൽ പോകുന്നു, ഞാൻ ഇന്ന ഫുട്ബോൾ കളിയിൽ ഇന്ന പരിപാടിയിൽ. അപ്പം ക്രിക്കറ്റുകാരൻ വന്നിട്ട് പറയാ, ഇവൻ ഞങ്ങളുടെ കളിയിൽ കളിച്ചിട്ടില്ല, മനസ്സിലായോ, ഇവൻ ഞങ്ങളുടെ കളിയിൽ കളിച്ചിട്ടില്ല, ഇവൻ എങ്ങനെ ഇത് വരാൻ പറ്റും?
ഈ അവസ്ഥയാണ് അമേച്ചറും പ്രൊഫഷണലും തമ്മിലുള്ള വ്യത്യാസം. പുള്ളി പറയണത് പുള്ളിയുടെ വേറെ ഏതോ കേസാ, എന്നാ അതിലാരെങ്കിലും ആണോ? പക്ഷെ ഈ ആള് പറഞ്ഞ ഒരു കാര്യമൊക്കെ സത്യമാട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ജഡ്ജാണ് പുള്ളി, അത് സത്യം തന്നെയാണ്. പക്ഷേ ഒരു ഇന്റർനാഷണൽ ജഡ്ജ് ആവാനായിട്ട് പ്ലെയർ ആവണമെന്ന് നിർബന്ധമാണ്, മിനിമം ക്വാളിഫിക്കേഷനാണ് പ്ലെയർ ആവണം. പക്ഷെ അത് കളിച്ചിട്ടില്ല എന്ന് വരെ കേരള വുഷു അസോസിയേഷൻ ഇയാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്ത്. മിഥുൻ പറയുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് മറ്റൊരു കഥ പറയുന്ന സനയുടെ കഥ പറയുന്ന സിറ്റുവേഷന്റെ കൂടെയാണ് ഈ ഉഷുവിന്റെ കാര്യങ്ങൾ പൊങ്ങി വരുന്നത്. അപ്പം ആദ്യം സനയുടെ സ്റ്റോറിയാണ് ഇപ്പോൾ മേജർ രവിയെ പോലുള്ള ആൾക്കാർ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് മീഡിയയിലേക്ക് വരുന്നു. അതിന്റെ ഒപ്പമാണ് ഉഷുവിന്റെ കഥകളുമായിട്ട് അസോസിയേഷൻ ആണ് ഇതിലേക്ക് വരുന്നത് എന്നുള്ളൊരു സാധനം വരുന്നു. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് ഒറ്റ കഥയായിട്ടാണെന്ന് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അനിയൻ മിഥുൻ അതിനകത്ത് കുറച്ച് കഥകൾ പറയുന്നു, അതിൽ സനയുടെ കഥ തെറ്റാണെന്ന് മേജർ രവിയും ആ പക്ഷവും തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഉസു അസോസിയേഷൻ വന്നിട്ട് ഈ കഥ ശരിയാണെന്ന് പറയുന്നു. ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് മേജർ രവി ആരിഫ് പോലുള്ള ആൾക്കാർ സംസാരിച്ചിട്ട് ഇത് മൊത്തത്തിൽ കള്ളമാണെന്നുള്ള രീതിയിൽ പറയുന്നു. ഇതാണ് അന്ന് സംഭവിക്കുന്ന സിറ്റുവേഷൻ. ഈ കുട്ടികളും നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഞാനിപ്പോഴാണ് കുറെ കാര്യങ്ങളൊക്കെ അറിയണത്. ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു സൈഡില് മേജർ രവി സാർ ഉൾപ്പെടെയുള്ള മറ്റേ പെരകത്തുമ്പോ വാഴ വെട്ടാന്നുള്ള പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ തന്നെ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സനയുടെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനത് പ്ലാൻ ചെയ്തൊരു സാധന. ഞാൻ അതായത് എല്ലാവർക്കും ഓരോ ഗെയിം സ്ട്രാറ്റജി ഉണ്ടാവും, റൈറ്റ്? എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഞാനൊരു ഡാൻസറോ ഞാനൊരു സിനിമാ നടനോ ഒരു തേങ്ങയല്ല, എനിക്ക് ആകെ കൂടി പറയുന്ന ഫൈറ്റാണ്. അതെന്തായാലും എന്നെ ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ ഞാൻ ഈ പരിപാടിയും കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം വേണം. ഞാൻ അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഒരു സ്റ്റോറിയാണ്. അപ്പൊ ഞാൻ എന്റെ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ ഓഡിഷൻ ടൈമിൽ ഉണ്ടായിരുന്നോ അതെ അത് കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്തതാണോ? ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് സെറ്റ് വെച്ചിട്ടുള്ള സാധനം ഇത്. പക്ഷെ ഓഡിഷൻ ടൈമിൽ അവരോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഓഡിഷൻ ടൈമിലൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ എന്റെ മൈൻഡിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് എന്റെ ജീവിതകഥ പറയുമ്പോ ഒരു ലവ് സ്റ്റോറി ഒക്കെ കിടക്കട്ടെ, മനസ്സിലായ? ആ രീതിയിൽ സെറ്റ് വെച്ച സാധന. അപ്പൊ അതൊരു മറ്റേ എനിക്ക് ആർമിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് എന്നാ പിന്നെ കഥയല്ലേ, ആർമിക്കാരി തന്നെ ആയിക്കോട്ടെ. അതിൽ കമാൻഡോ തന്നെ പിടിക്കുകയും ചെയ്തു. നമുക്ക് അറിയില്ലല്ലോ ചേട്ടാ, മനസ്സിലായ? നമുക്കറിയില്ല ഇതിന്റെ കാര്യങ്ങളൊന്നും. നമ്മളപ്പോ ഒരു നല്ലൊരു ഒരു കഥ നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഞാനിതാ ആ എപ്പിസോഡിൽ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഇതിന് ആ ബിഗ് ബോസ് തുടങ്ങിയ ടൈം തുടങ്ങി 3-4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ലൈവിൽ പോയിട്ടുണ്ടായിരിക്കാം. ഫസ്റ്റ് ഞാൻ പറയണത് അവൻ ഇത് സക്സസ് ആവുന്ന ആദ്യം അറിയണമല്ലോ, മനസ്സിലായ? സാധനം വർക്കൗട്ട് ആവണമെന്ന് ആദ്യം അറിയണമല്ലോ. ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണത് ഷീച്ചേട്ടന്റെ അടുത്താ. ഷീച്ചേട്ടൻ വിശ്വസിച്ചു. ഷീച്ചേട്ടന്റെ കണ്ണൊക്കെ നിറഞ്ഞ്. അപ്പൊ ഞാൻ ആ സാധനം കത്തി, സാധനം വർക്കൗട്ടാ. മറ്റുള്ളവർക്ക് ഇങ്ങനെ ഇരിക്കേ കേട്ടിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് അഖിലേട്ടൻ അവിടെ ഒക്കെ നടന്നിട്ട് ഈ ചെയ്യോണ്ടെങ്കിൽ കേൾക്കുന്നുണ്ട്. അവസാനം ഒരു ദിവസം ഏകദേശം ഒരു 30, 35, 40 ആയിട്ടുള്ള ദിവസം, അതായത് ഫിസിക്കൽ ടാസ്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈം, എന്റെ ഓർമ്മയില്ല. ആ ഒരു സമയത്ത് അഖിലേട്ടൻ നൈസായിട്ട് എന്നെ വിളിച്ചിട്ട് എനിക്ക് ഈ കഥ തരുമോ, ഞാൻ സിനിമയ്ക്കോട്ടെ, ഞാൻ അങ്ങനെയെങ്കിൽ 20ാമത്തെ ദിവസം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളാം. അഖിലേട്ടനോട് പറയുന്നത് ഞാൻ സത്യമാണ് പറയുന്നത്. വേണമെങ്കിൽ ഇതിപ്പോ വിളിക്കും ഞാൻ വേണമെങ്കിൽ 20ാമത്തെ ദിവസം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാ. ഞാൻ അതൊന്നും വേണ്ട, നിങ്ങൾ ഇവിടെ നിൽക്ക്, അതൊന്നും വേണ്ട, അതെനിക്ക് അങ്ങനെ കൊടുക്കാൻ താല്പര്യമില്ല. എന്റെ മനസ്സിൽ മോനിത് ഇമ്മാതിരി സാധനം കത്തിയ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് റിനോഷിന്റെ അടുത്താ. മനസ്സിലായ? അപ്പൊ ഞാനിതൊക്കെ ഇതെന്റെ ഗെയിം സ്ട്രാറ്റജിയാ, നേരത്തെ പ്ലാൻ ചെയ്ത സാധന, മനസ്സിലായോ? അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേ. എനിക്കിത് മാത്രമേ എന്റെ കയ്യിലുള്ള ഒരു തുറുപ്പിജീടായിട്ട് വേറെ സാധനം ഇല്ല എന്റെ കയ്യില്, മനസ്സിലായ? അപ്പൊ ഇത് കഴിഞ്ഞ് റിനോഷിനോട് ഞാൻ 1-2 പ്രാവശ്യം, ഒരു ദിവസം റിനോഷ് ഭയങ്കര ഇമോഷണൽ ആയിട്ട്, അതായത് ഇവള് മരിച്ച കേസ്, അതായത് സന എന്ന് പറയണ പെൺകുട്ടി മരിച്ച കേസ്, റിനോഷിനോട് ഞാൻ ബെഡ്റൂമിൽ കിടന്നു പറയും. റിനോഷ് കരഞ്ഞ് മറ്റേ മൂക്കുട്ടേക്ക് ഒലിപ്പിച്ച് കരഞ്ഞു. എനിക്ക് ആകെ വിഷമമായി. അപ്പൊ എനിക്ക് ആ സമയത്ത് എനിക്ക് പറയാൻ പറ്റില്ലടാ, ഇത് എന്റെ ഗെയിം സ്ട്രാറ്റജി ആണെന്ന് പറയാൻ പറ്റില്ല. സ്വകാര്യത പറഞ്ഞ പോലെ ഈ സാധനം പോവില്ലേ, ഏറി പോവില്ലേ? പിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത് വെറുതെ ഇല്ലേ, മനസ്സിലായ? എനിക്ക് അപ്പൊ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് പറയാം, അല്ലെങ്കിൽ ഫിനാലിന്റെ അന്ന് മറ്റേ പറ്റിച്ചേ എന്ന് പറഞ്ഞ പറയാം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത സാധന.
അല്ലാണ്ട് ഇത് നമ്മുടെ ലൈഫ് സ്റ്റോറി ഇല്ലാന്ന് എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. കാണുന്ന ജനവിഭാഗത്തിൽ തന്നെ കുറെ ആൾക്കാർക്ക് അറിയാം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് ആകെ കൂടി ഒന്മാരെ വെറുതെ വെട്ടാക്ക, കുറച്ചേരം ഇതാക്ക, ലാസ്റ്റ് സെറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ്. പക്ഷെ ലാലേട്ടൻ ചോദിച്ചപ്പോ എന്താ പറയാത്തത്? രണ്ടാമത് ലാലേട്ടൻ വന്ന് ചോദിച്ചല്ലോ. ബ്രോ ഇത് ഇമാതിരി രീതിയിൽ പോകുന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. ഞാനിതൊരു എന്താ പറയുക, ഒരു കഥ, ആ കഥയില് പരിപാടി തീർന്നു. ഇതെന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു. ഞാൻ ഇത്രയും പ്ലാൻ ചെയ്തോണ്ട സാധനല്ലേ. അവസാനം ഞാൻ വേറെ പ്ലാൻ ചെയ്തിരുന്നു, അത് നടക്കാണ്ട് പോയില്ലേ. ഓ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എൻഡിങ് അല്ല, മനസ്സിലായോ? ഒരിക്കലും എൻഡിങ് അല്ല. ഞാൻ വേറെ സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സിനിമയ്ക്ക് എഴുത കേട്ടോ. അല്ല ഇത് കഥയല്ല, ഞാൻ വേറെ സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താണ്? അത് ഇനി പറയണ്ടേ, എന്തായാലും ഔട്ടായില്ലേ. ഇനി രണ്ടാമത് അങ്ങനെ ഞാൻ കയറുന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് പ്രയോഗിച്ച് കാണിച്ചു തരാം. ബിഗ് ബോസ് സീസൺ 6 ബിഗ് ബോസ് പറഞ്ഞതല്ലോ കേട്ടാ. ബിഗ് ബോസ് പറഞ്ഞത് ബിഗ് ബോസിന് അതായത് ഓഡീഷന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ബിഗ് ബോസ് എന്നോട് ചോദിക്കുക, എന്നെ ഒരിക്കൽ എടുത്തിട്ട് എന്താ ഉപയോഗം? ഫസ്റ്റ് ഓഡീഷനിൽ ചോദിക്കണ സംഭവം, നീ ഒരു പ്ലെയർ മാത്ര, അച്ചീവ്മെന്റ്സ് ഒക്കെ റേറ്റ്, പക്ഷെ നീ എന്താ നമുക്ക് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോണോ, എന്താ ചെയ്യാൻ പോണോ നീ? ഞാൻ നിങ്ങൾ എന്നെ കയറ്റിയിട്ട് നിങ്ങൾക്ക് അടിപൊളി TRP തന്നിരിക്കും. അത്രേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും അവര് പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ എന്റെ സ്വയം പ്ലാനും എന്റെ കാര്യങ്ങളും. പക്ഷേ അവിടെ കൺവിൻസ് ചെയ്യണമല്ലോ നമ്മൾ. നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടെന്ന് കൺവിൻസ് ചെയ്തോ? അതെങ്ങനെയാ കൺവിൻസ് ചെയ്തേ? ഞാൻ സംസാരിക്കണം ഇത് തന്നെ. അവിടെ ഞാനും ബിഗ് ബോസ് തമ്മിൽ സാധാരണ സംസാരം, നോർമൽ ടോക്ക്. അപ്പൊ നമുക്ക് നമ്മുടെ സംസാര രീതി എന്നായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടാൻ, എനിക്കറിയില്ല. അത് അവരോട് ചോദിക്കണം. അവർക്ക് എങ്ങനെ കൺവിൻസ് ആയത് ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പൊ എന്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അവർക്ക് എന്തോ തോന്നിയെന്നുള്ള എനിക്കറിയില്ല. എന്നാ പോലും ഉപകാരം ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സീസൺ 5 എന്നെ കൊണ്ട് ഉണ്ട്. മിഥുൻ റേറ്റിംഗ്, അതായത് ഇടയ്ക്കൊന്ന് താണു നിന്നൊരു സാധനം മിഥുന്റെ കഥയോടുകൂടി റേറ്റിംഗ് മാറണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങളൊരു കമ്പനിയാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു കമ്പനി, ഞാൻ നിങ്ങൾക്ക് പണിക്കാരനാ. ഇതാണ് ബിഗ് ബോസ്. ഞാൻ ബിഗ് ബോസിന് വേണ്ടി പണിയെടുക്കുന്ന ഗെയിമറാണ് ഞാൻ. അപ്പൊ എന്നെ കൊണ്ട് ഞാൻ കൊടുക്കേണ്ട വെച്ചാൽ TRP ആണ്, റൈറ്റ്? അല്ലാണ്ട് ഞാൻ പുള്ളിക്കാരൻ്റെ അമ്മാവിന്റെ മോനോ അങ്ങനത്തെ ബന്ധമൊന്നും നമ്മളില്ല, റൈറ്റ്? അപ്പൊ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സാധനമാണിത്. എന്റെ മൈൻഡിൽ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു കഥ. അപ്പൊ എന്താ വെച്ചാൽ എന്റെ സാധാരണ ഡെയിലി ലൈഫിൽ എന്റെ നാട്ടുകാരുടെയും പ്ലസ് എൻ്റെ വീട്ടുകാർ, എൻ്റെ പ്രൊഫഷൻ കാര്യങ്ങളൊക്കെ പോണതിൻ്റെ ഇടയിൽ എനിക്ക് എന്തെങ്കിലും ഒരു മസാലക്കുള്ള ഒരു സാധനം വേണമല്ലോ. അതാണ് ഈ സന എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തുണ്ടാക്കിയ ഒരു കഥ. ലാലേട്ടൻ ചോദിക്കുന്ന സമയത്താണ് മിഥുൻ ബോധം കെട്ട് അവിടെ ഇരിക്കുന്നത്. ആ സമയത്ത് ലാലേട്ടൻ വീണ്ടും പറയുന്നുണ്ട്, ഇത് കള്ളക്കഥയാണെങ്കിൽ നമുക്ക് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടെന്ന് പറയാം. ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ മാതിരി അതുവരെ ഈ ലാലേട്ടൻ ചോദിക്കണം. ലാലേട്ടൻ നമ്മൾ എല്ലാ ദിവസവും കാണുന്നുണ്ട്. ഇനി മുന്നേ, അതായത് ബിഗ് ബോസിന് മുന്നേ നമ്മൾ ഈ പറഞ്ഞ ലാലേട്ടനെ കാണുന്നത്, ഞാൻ ഭയങ്കര ലാലേട്ടൻ ഫാനാ, കട്ട ഫാനാ. അപ്പോൾ ഞാൻ ഈ ബിഗ് ബോസിൽ വരാനുള്ള ഒരു റീസൺ ലാലേട്ടനായിട്ട് സംസാരിക്കാം, ലാലേട്ടനായിട്ട് ഇന്ററാക്ട് ചെയ്യാം, ഈ ഒരു സാധനം. അപ്പൊ അതിനുശേഷം എല്ലാ ദിവസവും ലാലേട്ടനെ ഇങ്ങനെ കാണുന്നു. പിന്നെ എനിക്ക് ഫീൽ ആണതേ, മറ്റേ പ്രിൻസിപ്പിൾ വന്ന് നിൽക്കൂലേ കുട്ടികളുടെ മുന്നിൽ, ആ മൂഡ് സാധനേ. എന്റെ അമ്മ ലാലേട്ടൻ വന്നിട്ടുണ്ട്. എനിക്ക് ആ മൂഡ് കിട്ടി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ ആഴ്ചയിൽ ലാലേട്ടൻ വരുന്നു. ഈശ്വരായി എന്ത് ചോദ്യമാണോ എന്നെ പൊക്കുവോ? ഞാൻ പറഞ്ഞ സാധനം തന്നെ പറഞ്ഞ് തീരാറായി. പിന്നെ അവസാനത്തെ കച്ചിച്ചൂരുമാണിത്. അപ്പൊ എനിക്ക് മനസ്സിലായി ലാലേട്ടൻ എന്നെ അന്നത്തെ ദിവസം പൊക്കുന്നു. അനിയ നീ പറഞ്ഞ എന്തെങ്കിലും കള്ളത്തരണ്ട? കള്ളത്തരൊന്നുമില്ല, കറക്റ്റാ, എല്ലാം കറക്റ്റാ. എനിക്ക് അങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. ഒറ്റടിക്കേ ഇല്ല, അത് വെറുതെ പറഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും മറ്റേ ഇങ്ങനെ ഒറ്റ നോട്ടം നോക്കുക തന്നെ. റിനോഷൊക്കെ മറ്റേ ഇതിൽ കൊണ്ടുവച്ചേക്കെ. എനിക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ടില്ല അവനോട് പറയാനില്ല, ഇത് എന്റെ ഗെയിം സ്ട്രാറ്റജിയാ. റിനോഷ് ശരിക്കും ബ്രദറായി കൊണ്ട് നടക്കുകയാണ് ആ സമയത്ത്. എനിക്കവൻ അങ്ങനെ തന്നെ. പക്ഷെ ഇതെന്റെ ഗെയിം സ്ട്രാറ്റജി. ഇവരൊക്കെ മറ്റുള്ള പ്ലേയേഴ്സ് അല്ലേ ബ്രോ, എന്റെ എതിരാളികളാണ് എന്തൊക്കെ പറഞ്ഞത്, റൈറ്റ്? അപ്പൊ എനിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ പോലും അത് വായിന്ന് തുറന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു സംഭവം എന്റെ ഗെയിം സ്ട്രാറ്റജി ആണ് എന്നുള്ളത് പരിപാടി കഴിഞ്ഞിട്ട് പറയാനുള്ള കാര്യ. അല്ല, ഈ ലാലേട്ടൻ ചോദിക്കുമ്പോ ബോധം കെട്ട് പോകുന്നത് ഒറിജിനലി ഉണ്ടായോ? അതെ, എനിക്കറിയില്ല, അതാണ് ചോദിക്കുന്നത്. എന്താ തോന്നിയത്? എനിക്ക് തോന്നിയത് ഒറിജിനൽ ആണെന്നാണ് തോന്നിയത്. പക്ഷെ അത് ഡാവായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്, ഒരു കള്ളത്തരമായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഇരിക്കട്ടെ, കള്ളത്തരമാണ്, അതങ്ങനെ ഇരിക്കട്ടെ. ഇനി അത് വെളിപ്പെടുത്തുന്നില്ല, ഞാൻ വെളിപ്പെടുത്തുന്നില്ല, അത് അങ്ങനെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് എന്താ തോന്നിയത് അങ്ങനെ ഇരിക്കട്ടെ. ഇതൊക്കെ എന്റെ അതൊക്കെ ആ 100 ദിവസം എന്നുള്ളത് ഞാൻ ജോലിക്ക് വന്നേക്കണതാ, എന്റെ ഗെയിമാ, ഞാൻ അതിന്റെ ഉള്ളിൽ ഗെയിമറാ. അതൊന്നും ഞാൻ പറയുന്നില്ല, ബോധക്ഷയം ഗെയിമാണ്. ഗെയിമിന്റെ ഒരു ഭാഗമാണ് എല്ലാം. പക്ഷെ ഇതെല്ലാം എന്റെ മാത്രം
പ്ലാനും കാര്യങ്ങളാണ്. അതായത് ഞാൻ വിചാരിച്ചിരുന്ന, അതായത് എൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലാണ്ട് നമുക്കൊരാൾ പറഞ്ഞു ഇങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല. ഒരിക്കലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനം അങ്ങനെ പ്ലാൻഡും അല്ല, ഇതുമല്ല, ഒന്നുമല്ല. അതൊക്കെ നമ്മൾ ഇപ്പൊ ഞാനിപ്പോ 2-3 ദിവസം മുന്നേ മറ്റേ ബിഗ് ബോസ് സീസൺ 6 ഇത് കാണാറില്ല, റീൽസ് കാണാറില്ല. ഈവൻ എന്റെ ഇതുപോലെ ഞാൻ സീസൺ പോലും ഞാൻ കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ. അത് ഇഷ്ടമില്ലാണ്ടല്ല, നമുക്ക് പറഞ്ഞ മാതിരി സമയമില്ല ബ്രോ. ഇതൊന്നും മറ്റേ സീരിയലും കണ്ടിരിക്കാൻ സമയമില്ല. അപ്പൊ പക്ഷെ ഞാൻ റീൽസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമാറുണ്ട്, ഞാൻ ചിരിക്കാനുള്ളതൊക്കെ ചിരിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ നോക്കുമ്പോണ്ട് എല്ലാ മറ്റേ ലൈഫ് സ്റ്റോറിയിലും മറ്റേ ഓരോ പെട്ടച്ച് കൊടുക്കുക ഓരോരുത്തരന്മാര്. ചേട്ടാ ഇത് കഴിഞ്ഞല്ലേ, ഞാൻ അടുത്ത പെടക്ക്. ഞാനപ്പോ ആദ്യം നോക്കിയിരുന്നപ്പോ മറ്റേ റോബിൻ ബ്രോ പുള്ളിയുടെ ഗെയിമില് എന്താ ഒരു സ്ട്രാറ്റജി ഇറക്കിയിട്ടുണ്ടായിരുന്നില്ലേ, പറഞ്ഞാലും മറ്റേ ഒച്ചിടുന്നു. അപ്പൊ പക്ഷെ അത് ഞാൻ എന്റെ ഗെയിമിൽ വന്നിട്ട് ഒച്ചിട്ടിട്ട് കാര്യണ്ടാ. അപ്പൊ ഞാൻ പുതിയ എന്തെങ്കിലും ഇറക്കും. അപ്പൊ ഇവരൊക്കെ മറ്റേ സകല ബല്ലവന്മാരാ, മറ്റേ അഭിനയം അറിയാം, നൃത്തം അറിയാം, പാട്ടറിയാം, ഇതൊന്നും എനിക്കറിയില്ല. എനിക്ക് എന്തെങ്കിലും വേണ്ട ബ്രോ, പെടച്ചൊരു കഥ. ഇപ്പൊ റോക്കിയെയും മിഥുനെയും വെച്ചിട്ട് കണ്ട് ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മാറ്റി പിടിക്കാൻ പറ പിള്ളേരോട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ഇവരുടെ ഒരു റിനോഷിന്റെ കൂടെയാണ് ആ സമയത്ത് മിഥുൻ നിൽക്കുന്നത്. അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് റിനോഷ് കുറച്ചുകൂടെ മുകളിലേക്ക് വരുമെന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് റിനോഷിന് അസുഖം വന്നിട്ട് മാറി നിൽക്കേണ്ടി വരുന്നത്. ഒരുപക്ഷെ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തൊക്കെയായിരിക്കുമായിരുന്നു നിങ്ങളുടെ ഒരു പ്ലാൻ? നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആ സമയത്ത്? ഞങ്ങൾക്ക് എനിക്ക് ആ ഒരു സമയത്ത് ഇപ്പോഴും എനിക്ക് റിനോഷിനെ ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അന്നും ഇന്നും എനിക്ക് ഇഷ്ടമാണ് റിനോഷിനെ. കോണ്ടാക്ട് ഞാൻ അതിനുശേഷം കുറെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു ബ്രോ. പുള്ളി ഇതാക്കിയിട്ടില്ല. പുള്ളി ഇപ്പോഴും എന്താ പറയാ, അത് ഓരോരുത്തർക്കും ഓരോ മൈൻഡാണ്. അപ്പൊ ഞാനിത് ഇപ്പൊ ഇങ്ങനെ ഈ പറയുന്ന സംഭവം എനിക്ക് ഇങ്ങനെ പറയാൻ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. മനസ്സിലായി? പുള്ളി എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ആകെ കൂടി ഒരു ഇന്റർവ്യൂവിൽ കണ്ടുള്ള റിനോഷ് പറയണ്ടായിരുന്നു, പറഞ്ഞ മാതിരി അങ്ങനെ മറ്റേ നമ്മുടെ അഖിലേട്ടനായിട്ടും വിഷ്ണുവിനായിട്ടും ഷീചേട്ടനൊക്കെ ആയിട്ട് മറ്റേ ആ ഒരു സമയത്ത് റിനോഷും ജൂനൈസും കൂടി ഒന്ന് സംസാരിക്കണ്ടായിരുന്നു. ഞാനത് അടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, അതെനിക്ക് ആ സമയത്ത് അങ്ങനെ തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാല് അഖിലേട്ടനും ഷീചേട്ടനും വിഷ്ണു ആണെങ്കിലും എന്നോടൊരു ആ സമയത്ത് ഭയങ്കര, നമ്മളറിയാനില്ല, ഞാൻ പുറത്തു നിന്നുമ്പോഴാണ് അറിയണത് ഇവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണതും. മറ്റേ ഇവരെന്നെ വിക്ടിം കൂടി ചെയ്തിട്ടില്ല, മറ്റേ നോമിനേഷൻ പോലും ചെയ്തിട്ടില്ല ഇവരൊന്നും. പിന്നെ അപ്പൊ എനിക്കിത് നോക്കുമ്പോ ഞാൻ മാത്രം അടിച്ചു കൊടുത്തല്ല, ഞാനെല്ലാ മറ്റേ നോമിനേഷനിലേക്ക് 3ന്റെ പേരിടും. ഇവരെന്നാ ഒരു രീതിയിൽ ഇതാക്കണില്ല. ഞാൻ ചെല്ലുമ്പോ ഇവന്മാര് ബാക്ക് അടിക്കുക, അതൊക്കെ ഞാൻ പുറത്തു വരുമ്പോഴാണ് അറിയണത്. അപ്പൊ പിന്നെ ഏറ്റവും അവസാനത്തെ സമയത്ത് ഞാൻ റീ എൻട്രി ചെയ്യുമ്പോ പിന്നെ അവർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഇതായിരിക്കില്ല. ചിലപ്പോൾ അഖിലേട്ടൻ ജയിക്കൂല, പക്ഷെ അത് കുറച്ചെങ്കിലും നെഗറ്റീവായിട്ട് വരും. അപ്പൊ ഞാൻ ആ സമയത്ത് വേറെ രീതിയിൽ സംസാരിച്ചത്. ഒബ്വിയസ്ലി എനിക്കപ്പോ റിനോഷ് ഇല്ല, അപ്പൊ പിന്നെ എനിക്ക് ഇഷ്ടമുള്ളവരല്ല ഞാൻ സപ്പോർട്ട് ചെയ്യാം. ഞാനത് അതിൻ്റെ ഉള്ളിൽ ചെയ്തത്. എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ സപ്പോർട്ട് ചെയ്ത്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യും. ഇടയ്ക്കൊരു സമയത്ത് ഒരു പെറ്റും കൂടെ ആയിരുന്നു, ആൾക്കാരുടെയൊക്കെ പെറ്റായിരുന്നു, തല മസാജ് ചെയ്യിപ്പിക്കുന്നതൊക്കെ നമ്മളൊരു ഭംഗിയായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. കുറച്ച് അത്തരത്തിലുള്ള സ്നേഹമൊക്കെ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ പറയുന്ന കള്ളത്തരവ് കാണിക്കുമ്പോഴൊക്കെ ഈ സ്നേഹം നല്ല രീതിയിൽ തന്നെയാണോ അനുഭവിച്ചിരുന്നത്, ഫീൽ ചെയ്തിരുന്നതൊക്കെ? തീർച്ചയായിട്ടും. ഈ പറഞ്ഞ മാതിരി ഞാൻ അതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്ന, ഇപ്പോൾ ഓരോരുത്തരും ഓരോ സ്ട്രെസ്സിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ പറയണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഈ കാര്യം വീട്ടുകാരൊന്നും കാണാണ്ട് അടച്ചിടുന്നു, അങ്ങനത്തെ രീതിയിൽ പല രീതിയിലത്തെ. പക്ഷെ ഞാൻ ഫീൽ ചെയ്തിരുന്നത്, ഞാനൊരു എന്താ പറയാ, കുറച്ച് ദിവസത്തെ പരിപാടിക്ക് ട്രിപ്പ് അടിച്ച് വന്ന പോലെ. മനസ്സിലായ? എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നു, ഫുഡ് ഉണ്ടാക്കി തരുന്നു, മറ്റേ എന്താ പറയാ മോഡൽസ്, സിനിമ നടി, ഫസ്റ്റ് മനസ്സിലായി കേറുമ്പോ നമ്മളങ്ങനെ ചിന്തിക്കണത്. മനസ്സിലായ? എനിക്കെന്ത് കുറവപ്പോ? സ്വിമ്മിങ് പൂള്, ജിമ്മ്, ഫുഡ്. ആഴ്ചയിൽ ലാലേട്ടൻ വരുന്നു നമ്മളെ കാണാൻ. ലാലേട്ടൻ വരുന്നു, പിന്നെന്താ ഇത്രയും പബ്ലിസിറ്റി കാര്യങ്ങൾ, പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ കാര്യങ്ങൾ. ഞാൻ അങ്ങനെ ചിന്തിക്കണേ. അപ്പൊ ഞാൻ ഈ ഒരു 100 ദിവസം ജോളി പൊളി ആ മൂടാ ഞാൻ നിൽക്കണേ. അതിൻ്റെ അപ്പുറത്തോട്ട് ഈ പറഞ്ഞ മാതിരി നമ്മളൊരു കപ്പടിച്ച് ഇതാക്കുക എന്നുള്ളതില്ല. ഉള്ള ദിവസം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോവാ, ആ ഒരു മൂഡായിരുന്നു.
പിന്നെ അതിൻ്റെ ഉള്ളിൽ വന്ന കണക്ഷൻസ് ഒക്കെ ഞാൻ വിചാരിച്ചിരുന്നത് അത് കയറുമ്പോൾ ഇതൊന്നും എൻ്റെ അമ്മയുടെ മക്കളൊന്നുമല്ല, എനിക്ക് ഇവരായിട്ടൊന്നും വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ കയറുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറി ചെന്ന് ഓരോ ദിവസവും നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെത്താനെ നമുക്കൊരു ഹാർട്ട് ടു ഹാർട്ട് ഒരു കണക്ഷൻ വരെ, ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾ. എന്താ പറയാ, ഒരു കാര്യം പറയാം, ശോഭ എപ്പോഴും അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ എൻ്റെ മോൻ എന്ന് പറഞ്ഞ്, അപ്പൊ ഞാൻ മോൻ പോടി എന്നൊക്കെ പറയും, പോടി ശോഭ എന്നൊക്കെ പറഞ്ഞ ഞാൻ അങ്ങനെ തന്നെ പറയുവോളാം. എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ അത് എനിക്ക് എപ്പോ ഫീൽ ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇറങ്ങി കഴിഞ്ഞപ്പോഴും എന്നെ അവൾ എവിടെയെങ്കിലും കൊണ്ടുപോകും എൻ്റെ മോൻ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകണത്. അപ്പൊ അവളുടെ സർക്കിളിൽ കൊണ്ടുപോകുമ്പോഴായാലും അപ്പൊ എനിക്ക് മനസ്സിലായോ, ഓക്കെ അതിലൊരു ജെന്യൂനിറ്റി ഉണ്ട്, മനസ്സിലായി. അവളെന്നെ അങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പിന്നെ എനിക്ക് ഈ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങളും മറ്റുള്ളവർ എനിക്ക് പറഞ്ഞു തരാൻ തുടങ്ങി. ആ ഗെയിമിന്റെ ഉള്ളിലായിരുന്നപ്പോഴും എനിക്ക് വലിയ പ്രശ്നങ്ങൾ അവൾ ഉണ്ടാക്കിയിട്ടില്ല, എന്നെ ആ രീതിയിൽ കെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും നടക്കേ, എനിക്കറിയാത്ത പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ മനസ്സിലാക്കുമ്പോ ശോഭന ഞാനിപ്പോ ആ ഒരു സ്ഥാനത്ത് കാണുന്നുണ്ട്, മനസ്സിലായോ. എന്റെ മോനെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ ഒരു അമ്മയുടേതായ ഒരു സ്നേഹം ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനത് ആത്മാർത്ഥപരമായി വാങ്ങുന്നു. അതുപോലെ അഖിലേട്ടനായാലും ശ്രീചേട്ടനായാലും വിഷ്ണു ആയാലും ബ്രദേഴ്സ് ആണ് എനിക്ക് അവര്. ആ രീതിയിൽ എന്നെ കാണുന്നുണ്ട്. ഇപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഷെയർ ചെയ്ത് ഇന്നും കൂടി വിളിച്ചവരൊന്ന് ചില സമയത്ത് ട്രോളും, മനസ്സിലായ, ഇടയ്ക്ക് ട്രോളും. പിന്നെ ഈ പറഞ്ഞ മാതിരി സെറീന മോൾ ഇടയ്ക്ക് വിളിക്കും, റെനിഷ മോൾ ഇടയ്ക്ക് വിളിക്കും. അപ്പൊ ഇതൊക്കെ അതെനിക്കൊരു പെങ്ങന്മാരെ പോലെ അവർ രണ്ടുപേരും ഇടയ്ക്ക് നാദര വിളിക്കും. അപ്പൊ ഇതൊക്കെ നല്ല അടിപൊളിയാ. എനിക്കതൊരു ഫാമിലി തന്നെയാ. ബിഗ് ബോസ് 5 എന്ന് പറഞ്ഞത് എനിക്ക് ഫാമിലിയാണ് തീർച്ചയായിട്ടും. പ്ലസ് ബിഗ് ബോസ് 5 കാരണം ബിഗ് ബോസിൽ തന്നെ ഇപ്പൊ കുറെ ഒഫീഷ്യൽസ് എനിക്ക് അവരൊക്കെ ഭയങ്കരമായിട്ട് നല്ല അടുപ്പാ. ഇപ്പൊ റുബീന മാഡം, പിന്നെ അർജുൻ ചേട്ടൻ, അവരൊക്കെ ഇട്ട് എല്ലാവരും. പിന്നെ നമ്മുടെ അർജുനൊക്കെ എന്നിട്ട് അവസാനം എങ്ങനെയാ ഇറങ്ങി കഴിഞ്ഞപ്പം ഇതിനോട് എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? നല്ല രീതിയിലായിരുന്നു. നല്ല രീതിയിലായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് കിഷൻ ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കിഷൻ ചേട്ടൻ എന്നോട് സംസാരിക്കണാണോ ശരിക്കും എങ്ങനെയാണെന്ന് അറിയില്ല, എന്നോട് സംസാരിക്കാൻ മറ്റേ തൃശ്ശൂർ സ്ലാങ്ങില് കറക്റ്റ് മറ്റേ പെട്ടപ്പെട്ടക്കും. അപ്പൊ എനിക്കത് ഭയങ്കര കംഫർട്ടബിളാ. വേറൊരു കാര്യമുള്ളത്, ആ സമയത്ത് ലാലേട്ടൻ കാശ്മീരിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ജമ്മു ആണോ കാശ്മീരാണോ എന്ന് ചോദിക്കുമ്പോഴാണ് അനിയൻ ശരിക്കും പെടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായത്. അപ്പം ജമ്മുവും കാശ്മീരും അതെന്താണെന്നറിയോ, ഞാനൊരു കഥ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിലൊരു ഭയങ്കര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ കാര്യങ്ങൾ. ഈ ജമ്മു കാശ്മീർ എന്നുള്ളത്, ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് രണ്ട് രീതിയിലാ. ജമ്മു വേറെ കാശ്മീർ വേറെ. പക്ഷെ അത് ഞാൻ പറയണതിന്റെ രീതിയാണ് അവിടെ മാറിപ്പോയത്, ജനങ്ങൾക്ക് മനസ്സിലായത്. കഥ ഞാൻ പ്ലാൻ ചെയ്ത് തന്നെ. അല്ല, അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ഈ ജമ്മുവിന്റെയും കാശ്മീരിന്റെയും ഇപ്പൊ ശ്രീനഗറിൽ പ്രോബ്ലംസ് ഉള്ള സ്ഥലമാണെന്നും വേറെ സ്ഥലങ്ങളിൽ പ്രോബ്ലംസ് ഇല്ല എന്നുള്ളതും ഒക്കെ മിഥുൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ തിരക്കഥ. ഞാൻ അവിടെ തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവിടുത്തെ ഒരുവിധം കാര്യങ്ങൾ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ജീവൽ എന്ന് കറക്റ്റ് ആയിട്ട് അതിന് പറയുന്നുണ്ട്. അപ്പൊ ആൾക്കാർ ശ്രദ്ധിച്ചാൽ ജമ്മുവിൽ ജീവൽ എന്ന് പറയുന്നത് അവിടെ വെച്ചിട്ടാണ് സ്റ്റോപ്പ് ആവണത് ആ ഒരു കോൺവെർസേഷൻ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ അവിടെ ട്രെയിൻ ചെയ്തിരുന്നത്, മനസ്സിലായ. അപ്പൊ ഇതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് എനിക്ക് അത്യാവശ്യം ഫുള്ളില്ലെങ്കിൽ പോലും കുറച്ചൊക്കെ ഉണ്ടാവും. അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഈ കഥ കൊണ്ടുവരുന്നത്. അതായത് എൻ്റെ ജീവിതത്തിലെ കഥയിൽ പ്ലസ് ഈ സന എന്ന് പറഞ്ഞ കഥാപാത്രത്തെ തള്ളിക്കയറ്റുന്നു. അതെനിക്കൊരു ലവ് സ്റ്റോറി എനിക്ക് വേണം. ഫോട്ടോ ഏത് ഫോട്ടോ? ഒരു ഫോട്ടോ പ്രചരിച്ചിരുന്നു പാകിസ്ഥാനി പെൺകുട്ടിയുടെ. അപ്പൊ നമുക്കറിയില്ല ബ്രോ, നിങ്ങൾ പറയണ പല കാര്യങ്ങളും എനിക്ക് അറിയണമെന്നില്ല. കുറെയൊക്കെ പറഞ്ഞവര് എന്റെ മുന്നിൽ കൂടെ പോയിട്ടുണ്ടോ, ഞാൻ ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല, അതൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല, അതൊന്നും നമ്മളറിയാനില്ല. ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യണ കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും, എന്നെ സപ്പോർട്ട് ചെയ്യാത്ത കുറെ ആൾക്കാർ. അതൊക്കെ ആ ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടത്. ഗെയിം ഒരിക്കലും അകത്ത് കിടക്കുന്ന കളി മാത്രമല്ല, പുറത്ത് വേറെ കളി കിടക്കണ്ടായിരുന്നു, മനസ്സിലായ. അപ്പോഴാണ് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനം അത്ര ഇമ്പാക്ട് വന്നത്. പുറത്തെ കളിയും അകത്തെ കളിയും റിലേറ്റ് ചെയ്ത് വരുമ്പോഴാണ് ബിഗ് ബോസ് ഒരു ഇമ്പാക്ട് ഉണ്ടാവണത്. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ കുറെ പല ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ കുറെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും എന്നെ കാണാൻ വരുന്നു. കൂടുതലും അമ്മുമ്മമാര് റേഞ്ചില്, നമ്മുടെ അമ്മ, പിന്നെ കുഞ്ഞു കുട്ടികള്, ഇവര് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് എന്നെ വന്നിട്ട് അവരെന്തോ ഫാമിലി മെമ്പറിനെ പോലെയൊക്കെ എന്നോട് സംസാരിക്കാം. എൻ്റെ മോനാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചൊരു അമ്മ കരഞ്ഞു. ഫസ്റ്റ് കേട്ടോ, എൻ്റെ ഫസ്റ്റ് അനുഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതാ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് PR വർക്ക് വല്ല നടക്കണോ? കാര്യം എൻ്റെ ലൈഫിൽ ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ബ്രോ, മനസ്സിലായ.
നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതല്ലാന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. ജെന്യുവനാണത്. ആ അപ്പോഴാണെങ്കിൽ ഈ ഒരു ഷോയുടെ ഇമ്പാക്ട് എത്രത്തോളം ആൾക്കാർ നമ്മളെ മനസ്സിൽ കയറണമെന്ന് മനസ്സിലായത്. അതൊക്കെ എനിക്ക് സന്തോഷം. പുറത്ത് പലരും PR വർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. അപ്പം അതൊക്കെ പുറത്തിറങ്ങിയിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചോ? ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 5 ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് പുറത്തിറങ്ങിയതിന് ശേഷം ആരൊക്കെ PR ചെയ്തു, ആരൊക്കെ PR ചെയ്തില്ല, ആ PR എങ്ങനെയൊക്കെയാണ് ഇവിടെ വർക്ക് ചെയ്തത്, അകത്ത് എങ്ങനെയാണ് ഇത് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്തത് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ പറ്റുമോ? നമ്മള് മനസ്സിലാക്കണല്ലോ, നമ്മൾ തന്നെ തന്നെ പഠിക്കും. മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് തന്നെ തന്നെ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഓരോ വഴി കൂടെ പോകുമ്പോ നമുക്ക് പുതിയ പുതിയ നോളജ് കിട്ടുക. ഇപ്പൊ എന്റെ അവസ്ഥ ഞാൻ പറയാം. ഞാൻ അകത്ത് കയറിയിരുന്നപ്പോ ഞാൻ PR വെച്ചിരുന്നൊന്നും തരുന്നില്ല. എന്നുവെച്ചാൽ എന്റെ ഇൻസ്റ്റാഗ്രാം പോലും ഓഫായിരുന്നു, ലോഗൗട്ട് ആക്കിയിട്ടാണ് ഞാൻ പോയത്. എനിക്ക് ഉണ്ടായ നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എന്റെ ആക്റ്റീവ് അല്ല. പക്ഷെ നമ്മളെ സ്നേഹിക്കണ കുറെ ആൾക്കാര് അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കണില്ല, അന്യമിതെന്ന് അടിക്കുമ്പോ ചക്കടക്കടക്കടാന്ന് പറഞ്ഞ് വരും കുറെ ആൾക്കാര്. അതുപോലെ എല്ലാ കണ്ടസ്റ്റൻസിനും ഉണ്ട് കേട്ടോ, എനിക്ക് മാത്രമല്ല, ഒരു ഇതെല്ലാവർക്കും ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ പ്രൊഫൈൽ ഭയങ്കര ആക്റ്റീവ് ആയി, മനസ്സിലായി? എന്ന് വെച്ചാൽ ഇവരിങ്ങനെ ന്യൂസ് ഇട്ടേ, അപ്പൊ ഇവർക്ക് ഇൻട്രസ്റ്റ് ആയി. ഈ എന്റേത് അവിടെ കിടന്നോട്ടെ, ചത്തി കിടന്നോട്ടെ, പക്ഷെ നമ്മുടെ പിള്ളേരെ അടിച്ചു കയറ. അപ്പോ എന്റെ സത്യം പറഞ്ഞ PR വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീച്ചിലെ പിള്ളേരും ആൾക്കാരൊക്കെ തന്നെ ആയിരുന്നു. അവരൊക്കെ തന്നെ നമ്മുടെ PR വർക്ക് ചെയ്തിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ അക്കൗണ്ടിൽ കൂടെ ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്നു. അവര് നിതിൻ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ ഓരോ പേജൊക്കെ ഉണ്ടാക്കുന്നു. ഇതൊക്കെ തന്നെ, അതിന്റെ അപ്പുറത്തോട്ട് ഒരു PR വർക്ക് ഇല്ല. ഈ കഥയൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലെത്തിയപ്പോ എന്തായിരുന്നു നാട്ടുകാരുടെ ഒക്കെ റെസ്പോൺസ്? നാട്ടിലൊന്നും പറയണ്ട, ഇവിടെ ഏതൊക്കെ ആൾക്കാർ വന്നിരുന്നു, ഇവിടെയൊക്കെ മറ്റേ ഞങ്ങളെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയി. എന്തായിരുന്നു അപ്പൊ അതിലൊരാള് നമ്മളറിയണ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. അറിയണ ഒരു ചേട്ടൻ എന്ന് വെച്ചാൽ എന്നെ താഴ്ത്തി കെട്ടാൻ പാടില്ലല്ലോ. അവൻ നല്ല ചെക്കനാ, അവൻ ഈ പരിപാടിക്കൊന്നും പോയിട്ടില്ല. അവൻ മറ്റേ മീനിന്റെ പരിപാടിക്കൊന്നും പോയിട്ടില്ല. എന്റെ മോനവൻ എന്നുള്ള രീതിയില് ഒരാള് എന്ന് വെച്ചാ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. പുള്ളിക്ക് അറിയില്ല ബ്രോ ഇങ്ങനത്തെ സംഭവം. അപ്പൊ പുള്ളി നമ്മൾ പറയണ അവനെ എന്നെ ചെറുതാക്കാണ്ടിരിക്കാൻ വേണ്ടി പൊക്കി വെക്കേ. അത് കഴിഞ്ഞിട്ട് ഇവര് ഇതേ സെയിം ടീം തന്നെ ബീച്ചിലോട്ട് പോയി. അപ്പൊ ബീച്ചിൽ പോയപ്പോ ഈ പറഞ്ഞ മാതിരി എന്റെ കൂടെ അപ്പൊ അവിടുത്തെ ഇക്കമാരല്ലേ ഞങ്ങളുടെ കൂടെയാണ് ഒരുമിച്ചാണ് മീൻ പഠിക്കാൻ പോണത്. അപ്പൊ മറ്റേത് അറിയാണ്ട് പറഞ്ഞത്, അവര് അറിയില്ല, അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. ഇയാൾക്ക് ബീച്ചിൽ പോയപ്പോ ഭയങ്കര ചീത്തയൊക്കെ അറിയാണ്ട് പറഞ്ഞല്ലേ. ആള് എന്നെ സപ്പോർട്ട് ചെയ്യാനാണ് പുള്ളി പറഞ്ഞത്, എന്നെ സ്നേഹം കൊണ്ടാ പുള്ളി പറഞ്ഞത്. പക്ഷെ ഈ നെഗറ്റീവ് സാധനം മാത്രം മീഡിയ അങ്ങോട്ട് കയറ്റി കത്തിക്കുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം TRP കയറണം നിങ്ങളുടെ. എനിക്ക് മനസ്സിലായി ട്രിക്കുകള്. ഇപ്പൊ ഇതില് തന്നെ പോകാൻ പോണെന്നൊക്കെ എനിക്കറിയില്ല. അങ്ങനെയൊന്നുമില്ല, ഇതിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് അമ്മയും ബാക്കിയുള്ളവരൊക്കെ എന്താ പറഞ്ഞ? എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഭയങ്കര എനിക്ക് പേഴ്സണലി കുറെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മെയിൻ ആയിട്ട് എന്റെ പ്രൊഫഷന്റെ ആ സമയത്ത് വലിച്ചു കീറി എന്നുള്ളതാണ് എനിക്കുണ്ടായിരുന്ന നഷ്ടം. എന്താ പറയാ, ബിഗ് ബോസിനൊക്കെ വരുന്നതിന് മുന്നേ എനിക്ക് ആഫ്റ്റർ ബിഗ് ബോസും ബിഫോർ ബിഗ് ബോസും ശരിക്ക് മനസ്സിലാക്കാൻ പറ്റും, താരതമ്യം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബിഫോർ ബിഗ് ബോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സമയം കണ്ടെത്തിയിരുന്നതും, അതായത് എന്റെ വിഷമം വന്നാലും ഹാപ്പിനെസ്സും ഏറ്റവും കൂടുതൽ ഞാൻ സമയം ചെലവാക്കണത് എന്റെ പ്രാക്ടീസും കാര്യങ്ങൾക്കും വേണ്ടിയാണ്. പക്ഷെ ഞാൻ ബിഗ് ബോസിന് ശേഷം കുറച്ച് ദിവസം മുന്നാണ് ഞാൻ ഗ്ലൗസ് ഒക്കെ ഇടുന്നത്. അത് ഞാൻ ഈ കോർട്ട് ഓർഡർ ഒക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന് അയാൾക്ക് കാര്യങ്ങളൊക്കെ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരൊക്കെ പറഞ്ഞത് ഫേക്ക് ആണെന്ന് അവർ തന്നെ തെളിയിച്ചു. അപ്പൊ ഞാൻ എല്ലാം ഓൾറെഡി ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അസോസിയേഷൻ യഥാർത്ഥ അസോസിയേഷൻ ഞാൻ പുറത്തു കൊണ്ടുവന്ന് അവരെ കൊണ്ട് തന്നെ ഇതാക്കി. ഞാൻ ഇടപെടാനില്ല, അവരായിക്കോട്ടെ, അവർ തമ്മിൽ അസോസിയേഷനും ഇവർ തമ്മിലായിക്കോട്ടെ, എനിക്ക് യാതൊരു പരിപാടിയില്ല. ഇപ്പഴെന്ന് വെച്ചാൽ അതിന്റെ മൈൻഡ് ഒക്കെ ഇരുന്നില്ല ബ്രോ. എനിക്കത് ഭയങ്കര നഷ്ടം തന്നെയായിരുന്നു. വെച്ചാൽ കുറെ ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മള് അവരൊരു യൂസിന് വേണ്ടി നമ്മളെ നശിപ്പിക്കുക. അതൊരു കൈൻഡ് ഓഫ് PR വർക്കാ. ഒരാളെ നശിപ്പിച്ചുകൊണ്ട് മറ്റവന് കയറാന്നുള്ളത്. ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത്. എനിക്കിപ്പോ പറയാനുള്ളത്, ഇപ്പൊ ബിഗ് ബോസ് 6 അവര് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അവരവരുടേതായ രീതിയിൽ എല്ലാവർക്കും ഓരോ ഗെയിം സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതൊരിക്കലും ഒരു എന്താ പറയാ, അവന്റെ പ്രൊഫഷനോ അവന്റെ ഫാമിലിനോ ഹേർട്ട് ആക്കുന്ന രീതിയിൽ പിന്നീട് അത് ഗെയിമിന്റെ ഒരു ഭാഗമാണ്. ആ ഗെയിമിന്റെ ഉള്ളിൽ എന്തൊക്കെ പറയണോ ആ ഗെയിമാ, അത് എന്റർടൈൻമെന്റ് ഷോ, അല്ലാണ്ട് ഒരിക്കലും 100 ദിവസത്തെ ലൈഫ് അല്ല അത്. റൈറ്റ്, എന്റെ 100 ദിവസത്തെ ലൈഫേ അല്ല. പക്ഷെ ആ 100 ദിവസത്തെ കാര്യങ്ങളുണ്ട് ആൾക്കാർ പല രീതിയിലുള്ള ആൾക്കാർ എടുക്കുക. അപ്പൊ അത് ചിലപ്പോ എന്റെ ഭാഗത്തൊക്കെ വേറെ ഉള്ളവരാണെങ്കിൽ സത്യമായിട്ട് വല്ല മാറാൻ വല്ല കിട്ടാനെ ആ സമയത്ത്
എന്ന് വെച്ചാൽ ഒരു സമയത്ത് കേരളം അത്രയും തിരിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് കുറേ ആൾക്കാർ പറയുകയും ചെയ്തു ആ രീതിയിൽ. അപ്പം അതൊക്കെ ഈ പറഞ്ഞ ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കാം. ഇപ്പോഴത്തെ സിക്സിലെ കേസാണ് ഞാൻ പറയണത്. അതിന്റെ ഇടയിൽ ഹാൻഡിൽ ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ, മിഥുന്റെ മൈൻഡ് പവറിനെ കുറിച്ച് അനീഷ് സാറ് മുമ്പ് പറഞ്ഞ കമന്റ് എന്ന് പറയുന്നത് അയാൾ ഫിസിക്കലി ഓക്കെയാണ്, ഫിറ്റ് ആണ്, ഉഷുവിന് പറ്റിയ ബോഡിയും കാര്യങ്ങളും ഒക്കെയാണ്, പക്ഷെ മൈൻഡ് പവർ അത്ര ഇല്ല എന്നാണ് സാറ് പറഞ്ഞത്. ഇപ്പോൾ അനിയൻ പറയുന്നതിൽ കുറച്ചുകൂടെ മൈൻഡ് പവർ ഉണ്ടെന്നാണ്. അപ്പം അത് കളിക്കാൻ വേണ്ടിയിട്ടുള്ള മൈൻഡ് പവർ ആണോ, അത് എന്താണ് അനീഷ് സാർ അന്ന് ഉദ്ദേശിച്ച സാധനം? അതൊക്കെ പുള്ളി ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഓരോരുത്തർ, ഇപ്പൊ ചേട്ടനെ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും ഉദ്ദേശിക്കാം. ഇങ്ങനെ ഉദ്ദേശിക്കണതും ഒരു 3 പേരുണ്ടെങ്കിൽ 3 പേര് തന്നെ കണക്കാക്കണത് പല രീതിയിലായിരിക്കാം. പക്ഷെ എനിക്ക് എന്റെ കാര്യം അറിയാം. ഇപ്പൊ ഈ സംഭവങ്ങൾ കാണാൻ പോലും ഇപ്പൊ വേറെ ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കാണായിരുന്ന അവസ്ഥ ഡിപ്രഷനിലൊക്കെ പോയി നശിഞ്ഞ് നാറാണക്കല്ല അങ്ങനെ എന്ന് വെച്ചാൽ ലൈഫിലാണ്. ഒരു ഗെയിം മാത്രമൊന്നുമല്ല, ഒരു ആകെ കൂടി കുറച്ച് സമയമുള്ള ഗെയിമല്ല, ലൈഫിൽ ബാധിച്ചെന്നെ ശരിക്കും ബാധിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ എനിക്കതൊന്നും ഞാൻ ആ രീതിയിൽ എന്നോടത്ത് വെച്ച് കാണാം. ഇവൻ ഗെയിം അവിടെ ബിഗ് ബോസ് ഷോയുടെ ഉള്ളിലായപ്പോഴും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. അവിടെ ഓരോ പരിപാടി എനിക്ക് മനസ്സിലാവണില്ല. അവിടെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെയ്തപ്പോൾ ഇപ്പൊ തക്കാളി കേസിനൊക്കെ തല്ലുവിടുമ്പോ എന്തിനാണിത് എന്നൊക്കെ പണ്ടാറ, ഇതാണോ ബിഗ് ബോസ് ഷോ? ഈശ്വര, ഞാൻ പ്ലാൻ ചെയ്തൊന്നും വർക്കൗട്ട് ആവണ്ടാവോ? ഈ തക്കാളിക്കൊക്കെ വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ ബിഗ് ബോസ്? ഞാൻ സാധാരണ പോലെ മറ്റേ പൂളിലൊക്കെ എടുത്ത് ചാടുമ്പോ അതൊക്കെയാണ് ഇവിടെ മറ്റേ പിള്ളേര് ചേട്ടൻ മനസ്സിലായ മറ്റേ ലച്ചുവിനെ പിടിച്ച് പൊക്കുന്നു, വിഷ്ണു ചാടുന്നു. അപ്പൊ ഞാൻ പുറത്തു നോക്കി ഇതൊക്കെ വൈറൽ ലെവലില് വൈറല്. പക്ഷെ ഞാൻ പ്ലാൻ ചെയ്തൊക്കെ പോയാ കറക്റ്റായിട്ട് മറ്റേ സനട മാത്രം അടിപൊളിയായിട്ട് കത്തി. പക്ഷെ അത് പ്രൊഫഷണലി ബാധിക്കുകയും ചെയ്ത്. മനസ്സിലായ? സനട കേസ് ഞാൻ പ്ലാൻ ചെയ്ത സാധന, അത് ഞാൻ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് പോയ സാധന. വെച്ചാൽ എനിക്കൊരു ഗെയിം സ്ട്രാറ്റജി ഉണ്ടായിരുന്നു, അത് തന്നെയാ, എന്റെ അപ്പുറത്തോട്ട് ഒന്നുമില്ല. പക്ഷെ അത് ഈ പറഞ്ഞ മാതിരി, പക്ഷെ എനിക്കത് ഒരു രീതിയിൽ നോക്കുമ്പോ അത്ര ഇമ്പാക്ട് വേറെ കൊടുക്കാൻ പറ്റിയിട്ടില്ല വേറെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. എത്ര യൂട്യൂബ് ചാനൽ ഞാൻ കാരണം രക്ഷപ്പെട്ട് ഇല്ലേ? പിള്ളേരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യാം, ഓൾ ദി ബെസ്റ്റ് മക്കളെ, കണ്ടിന്യൂ. അതിനൊക്കെ ട്രോൾ ചെയ്തൊക്കെ ഞാൻ കുറെ ആൾക്കാർക്ക് ഞാൻ മെസ്സേജ് തരണമായിരുന്നു, പേഴ്സണൽ മെസ്സേജ്. സൂപ്പർ ആയിരുന്നു മക്കളെ, അടിപൊളിയായിരുന്നു, കണ്ടിന്യൂ. ഇത് കഴിഞ്ഞിട്ട് ഷൂട്ടിന്റെ ഭാഗം അല്ലാതെ ലാലേട്ടനെ കണ്ടപ്പോ എന്തായിരുന്നു? ലാലേട്ടനെ കണ്ടോ? ലാലേട്ടനെ കണ്ടു. ലാലേട്ടാ അത്രേ ഉള്ളൂ, അല്ലാണ്ട് വല്ലാണ്ട് സംസാരം ഒന്നുമില്ല. ലാലേട്ടൻ മറ്റേ ജോളി മൊനേനിയ ഓക്കെ അല്ലടാ, അതെ ലാലേട്ടാ കലക്കി ലാലേട്ടാ ലാലേട്ടാ. നമുക്ക് ലാലേട്ടൻ എന്ന് പറഞ്ഞ സാധന ഇന്ന് എന്നും. അതേപോലെ തന്നെ ഈ ഓരോ സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യുമ്പോഴും ഇപ്പം മിഥുൻ കൂട്ടായും കളിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ അഖിലിൻ്റെയൊക്കെ കൂടെ നിൽക്കുമെന്ന് തോന്നിയിരുന്നു. പിന്നെ റിനോഷിൻ്റെ കൂടെ പോയി. പക്ഷെ റിനോഷ് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും അഖിലുമായിട്ടൊക്കെ യോജിച്ച് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത് അവിടെ ഈ റിനോഷ് പോയ സ്പേസിൽ മിഥുനെ ഏറ്റെടുത്തിട്ട് വേറൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് പോകുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. ആ സമയം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ അറിയണില്ല ബ്രോ. നിങ്ങൾ ഉദ്ദേശിക്കണം നമ്മളൊന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. കാരണം ആ സമയത്ത് നിങ്ങൾ രണ്ടുപേരിലേക്കും കോൺസെൻട്രേഷൻ വരുന്നുണ്ടായിരുന്നു. ഈ റിനോഷ് കുറച്ചുകൂടെ മുകളിലേക്ക് വരുന്നു, പൊളിറ്റിക്കലി കറക്റ്റായിട്ട് സംസാരിക്കുന്നു. അപ്പം അതിനെ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് സ്നേഹം കൊണ്ടുമൊക്കെ മിഥുൻ വന്ന് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം മിഥുനെ പോലൊരു പ്ലെയർ റിനോഷിൻ്റെ കൂടെ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ തിരിഞ്ഞ് ജുനൈസൊക്കെ തിരിഞ്ഞ് വന്നിട്ട് ഇതൊരു യൂണിറ്റായി മാറുകയാണെങ്കിൽ മറ്റേ സ്ട്രാറ്റജി പൊളിക്കാൻ പറ്റുമൊക്കെ വിശ്വസിച്ചിരുന്നു. ആ സമയത്തൊക്കെ നിങ്ങളുടെ തലച്ചോറിൽ എന്താ പോകുന്നത് നമുക്കറിയില്ല. എല്ലാവർക്കും ഒരു രീതി ഉണ്ട് ബ്രോ, എല്ലാവർക്കും അതിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രാറ്റജി ഉണ്ട്. എൻ്റെ ഉണ്ടായിരുന്നു, അതേപോലെ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഒരാൾക്ക് പോലും ഒരു സ്ഥലത്ത് 100% ജെന്യൂൻ ആയിട്ട് നിൽക്കാൻ പറ്റില്ല, 100% ഫേക്ക് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ ബ്രോക്ക് ആയപ്പോലും, ഇപ്പൊ ബ്രോയുടെ ബിസിനസ്സിനായപ്പോലും ഇപ്പൊ ഒരാളോട് എന്താ പറയാ സ്നേഹം തോന്നിയാൽ ഇല്ലെങ്കിലും ചിരിക്കേണ്ട അവസ്ഥ വരും. ഇല്ല, ചിരിച്ചേ പറ്റൂ, ജോലിയുടെ ഭാഗമാണ്. അതേപോലെ ഞാനും എന്റെ ജോലിയുടെ ഭാഗമാണ് ഞാനും ചെയ്യണത്. ആ 100 ദിവസം എന്റെ ജോലി തന്നെയാ. എനിക്ക് പൈസ കിട്ടണം, പിന്നെ എനിക്ക് അവിടെ നിൽക്കണം, എന്റെ ഗെയിം സെറ്റാക്കണം, പിള്ളേരൊക്കെ സെറ്റാക്കണം. എന്താ പറയാ, ഉഷൂടെ മാത്രമല്ല സ്പോർട്സിലെ ഒരുവിധ അത്ലറ്റ്സിനെയൊക്കെ സെറ്റാക്കി കൊണ്ടുവരണം. എനിക്ക് അന്നും ഇന്നും എനിക്കതുണ്ട്. ഞാനിപ്പോ അതിന്റെ വർക്കൗട്ടിൽ നടന്നുകൊണ്ടിരിക്കുക എന്റെ കാര്യങ്ങൾ. അല്ല, ഈ റിങ്ങിൽ ഇറങ്ങിയത് ഇപ്പം ഈ റീസെന്റ് മാത്രമേ ഇറങ്ങി തുടങ്ങിയുള്ളൂ, പ്രാക്ടീസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ
നമ്മൾ ഈ പറഞ്ഞ കഥകളൊക്കെ പറഞ്ഞിരുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ വീണ്ടും പോവേണ്ടി വരുന്നത്, ഫൈറ്റ് ചെയ്യാൻ പോവേണ്ടി വരുന്നത്. പിന്നെ അമച്ചർ സാധനങ്ങളും പ്രൊഫഷണൽ സാധനങ്ങളും അമച്ചറിലുണ്ട്, രണ്ടിലും ഇറങ്ങുന്നുണ്ട്. അപ്പം ഈ രണ്ടിലും പോകുമ്പോഴത്തേക്ക് ഇത് പിള്ളേര് കണ്ട് റെസ്പോണ്ട് ചെയ്യുമല്ലോ, അന്നത്തെ കാര്യങ്ങളൊക്കെ പിള്ളേർ മറന്നിട്ടുണ്ടാവും. നമുക്ക് വരുമ്പോ നോക്കാം. ഇതൊക്കെ ഒരു ഗെയിമിനെ ഗെയിമായിട്ട് കാണണം എല്ലാം. ഇതും എനിക്ക് ഗെയിമാണ്, ഇതും ഗെയിമാണ്. ഞാനൊരു പ്ലെയറാണ്. അപ്പൊ ഞാൻ ചിന്തിക്കണത് ഓരോ സമയത്ത് പല രീതിയിലായിരിക്കും. ഇപ്പൊ ഞാൻ ചേട്ടനോട് സംസാരിക്കേണ്ട പോലെ ഞാനിങ്ങനെ ആലോചിക്കായിരിക്കും. ഓക്കെ ഇങ്ങനെ മറ്റേ ഞാൻ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാല് ചേട്ടന് ചിലപ്പോൾ ഇഷ്ടമായില്ലെങ്കിലോ, അത് ഇങ്ങനെ സംസാരിക്കാം. മനസ്സിലായി? ജനങ്ങളിലേക്ക് എത്തണ ഓരോ സംസാര രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൈറ്റ്. നേരത്തെ സംസാരം തിരിഞ്ഞു പോയൊരു ഏരിയ കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. ഇപ്പോൾ ഉഷുവിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ അപ്പം അപ്പോഴത്തെ ഉഷു ചാമ്പ്യനാണ് എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു കാറ്റഗറിയിലാണോ ചാമ്പ്യൻ, അല്ലെങ്കിൽ ഏതെങ്കിലും 70 വെയിറ്റിൽ പ്രൊഫഷണൽ ഫൈറ്റിൽ ഏതെങ്കിലും ഒരു, ഇതിപ്പം IPL പോലെ അങ്ങനെ ഏതെങ്കിലും ഒരു പേരിലായിരിക്കുമോ അത്? ഇത് തന്നെയാ പ്രോ ഉഷു സാൻഡ. പ്രോ ഉഷു സാൻഡ എന്ന് പറയുന്ന ഒരു പ്രത്യേക ആരാണ് സംഘടിപ്പിക്കുന്നത്? അതിന്റെ അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ അതിന്റെ ഫൈറ്റിൽ ഇപ്പോ പാകിസ്ഥാനെ ഇടിച്ചിട്ടു എന്നൊക്കെ പറയുന്നത് അത് കഥയല്ല, ഒരിക്കലും ഒറിജിനലാണ്. ബ്രോ ഒരാൾ ഇടിച്ചിടാന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമല്ല. ഇപ്പൊ ബ്രോ ഒരു എഞ്ചിനീയർ ആണ് എന്ന് വിചാരിക്കാം. ബ്രോ ഒരു എഞ്ചിനീയറിനൊരു എന്താ പറയാ ഒരു വീട് പണിതുണ്ടാക്കുന്നു, അത് നമുക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നും. നേരെ തന്നെയാണ് ഈ സാധനം ഉണ്ടാക്കിയത്, മനസ്സിലായി? പക്ഷെ ചേട്ടനെ പോലുള്ള എല്ലാ എഞ്ചിനീയറുകൾക്കും ഉണ്ടാക്കാൻ പറ്റും, ചേട്ടനും ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത്തിരി ഭംഗിയായിട്ട് വേണ്ടത് ചേട്ടന്റെ ഭാഗ്യവും കാര്യങ്ങളും എല്ലാം കൊണ്ടാ. മനസ്സിലായ? ചേട്ടന്റെ സമയം, ചേട്ടന്റെ പ്രാക്ടീസ്, ചേട്ടനും കൊടുക്കണ ആ ഒരു പാഷൻ കാര്യങ്ങളൊക്കെയാ. അതേപോലെ എന്റെ കാര്യമാണ് ഞാൻ ചെയ്യണം. അതൊക്കെ ഇത് എപ്പോഴാ പ്രശ്നമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കഥ പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ പ്രശ്നമായത്. രണ്ടും കൂടെ ചേർന്നപ്പോൾ ഇതിന് മുന്നേ ഇതൊക്കെ ഞാൻ വരണത് എങ്ങനെയാ ചേട്ടാ അതിന്റെ ഉള്ളില് ഈ പരിപാടിയിൽ വരണത്? ഒരിക്കലും ഒരു സിനിമാ നടനായിട്ടോ അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് അല്ല എന്നെ ഉഷുവിൽ കൊണ്ടുവന്നത്, ഉഷു ആണ് എന്നെ ബിഗ് ബോസിലോട്ട് കൊണ്ടുവന്നത്. മിഥുന് പ്രൊഫഷണലി നഷ്ടമല്ലാതെ ഈ സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവരൊക്കെ പിന്നെ ആരെങ്കിലും കൺവിൻസ് ചെയ്യാൻ പറ്റുമോ? റിനോഷനെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല. പല ആൾക്കാർക്ക് ഇപ്പം മനസ്സിലായി, ഇപ്പം എല്ലാം വന്നിട്ടുണ്ട്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതാക്കിയപ്പോൾ അവർക്ക് ആ ഒരു സമയത്ത് ഞാൻ പറയണേക്കാൾ കൂടുതൽ കേൾക്കുന്നതും വിശ്വസിക്കുന്നതും മീഡിയാസ്, അവിടെ ഇവിടെയുള്ള ടോക്കുകൾ, സംസാരം, ഇതെന്തൊക്കെ സംസാരിക്കണം ഞാൻ അറിയണം കൂടിയില്ല. അപ്പം എൻ്റെ കുറേ സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ കുറേ നല്ല കുറച്ച്, അപ്പം പിന്നെ ഞാൻ വിചാരിക്കണം ഓക്കെ മേ ബി അവരെൻ്റെ സുഹൃത്തുക്കളായിരിക്കില്ല. ഒരു നല്ല സുഹൃത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നഷ്ടം വരുമ്പോഴും ഇത് വരുമ്പോഴും കൂടെ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഒരു കള്ളക്കഥ പ്രചരിപ്പിച്ച ഒരാളെന്നുള്ള രീതിയിലുള്ള ഇമേജ് ഉണ്ടാക്കിയപ്പോൾ നമുക്ക് അത് അവർക്ക് മനസ്സിലാവണില്ലല്ലോ, ഇത് ഗെയിം സ്ട്രാറ്റജി ആണെന്നുള്ളത് അവർക്ക് അറിയണില്ലല്ലോ. ഇത് ഞാൻ ബിഗ് ബോസിൽ കയറുന്നത് പോലും ഞാൻ എല്ലാവരോടും പറയണില്ല. അങ്ങനത്തെ ഒരു സാധനമാണിത്, എല്ലായിടത്തും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഉണ്ടാക്കിയേക്കണം. അപ്പൊ എന്റെ മൈൻഡിലുള്ള സാധനം എനിക്ക് അവിടെ 100 ദിവസം നിൽക്കാൻ പറ്റും എന്നുള്ള സാധനം എന്റെ മൈൻഡിൽ വരണ എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 2 ആഴ്ച രക്ഷപ്പെട്ട് പോകുമ്പോഴാ. അതുവരെ ഞാൻ വിചാരിച്ചു ഞാൻ പെട്ടി നോക്കി നിൽക്കേ. ഫസ്റ്റത്തെ മറ്റേ പെട്ടി നോക്കി നിൽക്കുന്ന സമയത്തില്ലേ ഞാൻ ഫുള്ള് പാക്ക് ചെയ്തിട്ടാണ് നിൽക്കണത്. രണ്ടാമത്തെ പ്രാവശ്യം ഈ പറഞ്ഞ മാതിരി നോമിനേഷനിലൊക്കെ വന്നു തുടങ്ങിയപ്പോ പിന്നെ ഞാൻ ആകെ ഒരു ഷഡ്ഡി മാത്രമേ ഇടുള്ളൂ. എനിക്ക് ഉറപ്പായി ഞാൻ അവിടെ നിൽക്കുന്നുള്ളത്. പോക്ക് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ചേട്ടൻ കുറച്ച് നാള് ബിഗ് ബോസിൽ ഉണ്ടാവും. ഞാനും വിഷ്ണു 1-2 ഷഡ്ഡി മാത്രം പെട്ടിയില്, ബാക്കി എല്ലാവരും കഷ്ടപ്പെട്ട് പോണ് മക്കളെ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് പാക്ക് ചെയ്തോണ്ടിരിക്കണ്ടാവും. ഞങ്ങൾ അപ്പോഴും മറ്റേ വിഷ്ണു എവിക്റ്റ് ആയ ദിവസം വിഷ്ണു പ്രതീക്ഷിക്കണില്ല എവിക്റ്റ് ആവുന്നുള്ളത്. അന്നും വിഷ്ണു ആകെ 2 ഷഡ്ഡി മാത്രമേ ഇട്ടിട്ടുള്ളൂ പെട്ടിയില്. അവസാനം ഞാനും ആരാറും ഷീച്ചറിനും കൂടി അവന്റെ ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് എടുത്ത് ബാക്കി ബാലൻസ് ഉള്ള മാത്രമാണ് നമ്മൾ കൊടുത്തത്. ഈ അവിടെ പോകുമ്പോൾ ഫിസിക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു? അവിടുത്തെ ഒരു ഭക്ഷണവും സാധനങ്ങളും ഒക്കെ നമ്മൾ നല്ല പ്രൊഫഷണൽ രീതിയിലൊന്നും നടന്നിരുന്നില്ല. എന്നാൽ പോലും ഓക്കെ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബേസിക് ആയിട്ടുള്ള ജിം ഉണ്ടായിരുന്നു, പിന്നെ പൂൾ ഉണ്ടായിരുന്നു, പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും വെച്ച് കഴിഞ്ഞാൽ 3 നേരം ഫുഡ് കിട്ടും. എന്നാൽ അത്ര പ്രോട്ടീനും കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും അത് ഞാൻ ഓക്കെ ആയിരുന്നു, എനിക്ക് ഫൈനായിരുന്നു. മറ്റേ പ്രൊഫഷണൽ രീതിയിലൊന്നും നടന്നില്ലെങ്കിൽ പോലും ഞാൻ ഫിസിക്കും കാര്യങ്ങളൊക്കെ എൻ്റെ മെയിൻറ്റെയിൻ ചെയ്ത് അവസാനം വരെ അതേപോലെ തന്നെ ഇരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. ഈ തുണിയൊക്കെ നിങ്ങൾ തന്നെ അല്ലേ കഴുകി എടുക്കുക മൊത്തം? എന്റെ ശോഭയുടെ കലക്കി തരുമായിരുന്നു.
പിന്നെ ശ്രുതി അലക്കി തരുമായിരുന്നു, സെറീന മോൾ അലക്കി തരും, രനീഷ മോള്, ഇവർക്കൊക്കെ ഞാൻ ഓരോ ദിവസം കൊടുക്കും, ഇച്ചിരി സ്നേഹം കൊടുക്കും. അതെ. പിന്നെ എനിക്ക് പിന്നെ വർക്കൗട്ട് ചെയ്യുന്ന ഡ്രസ്സ് മാത്രമാണ് ഭയങ്കരമായിട്ട് അലക്കേണ്ടി വരില്ല. അത് ഇട്ടിട്ട് ഞാൻ പൂളിച്ചാടും. അപ്പൊ അത് സെറ്റായി അവിടെ. ഈ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഈ ശോഭയോട് ഇപ്പം ഇഷ്ടമുണ്ടെന്ന് പറയുന്നത് പുറത്തിറങ്ങിയതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിൽക്കുമ്പോൾ ആൾക്കാരോടൊന്നും അത്തരത്തിലുള്ള ഒരു ഈ ഇഷ്ടം ജെന്യൂൻ ഇഷ്ടമായിരുന്നു എല്ലാവരോടും. പക്ഷെ നമ്മളത് പ്രകടിപ്പിക്കണതൊക്കെ പല രീതിയിലായിരിക്കണം, മനസ്സിലായ? പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലി ആയിട്ട് പോയിന്ന് വെച്ചാൽ ഭയങ്കര എനിക്കൊരു സ്നേഹം പിടിച്ച് പറ്റാണ്ടായിരിക്കാന്ന് വെച്ചാൽ ആ ഒരു റീ എൻട്രിയുടെ സമയത്താ. എനിക്ക് അഖിലേട്ടന്റെ, ഷീചേട്ടന്റെ, വിഷ്ണുവിന്റെ ഇത് കണ്ടപ്പോൾ ഞാൻ മറ്റേ വെറുതെ അവന്മാരിട്ട് ഇതാക്കി പോയപ്പോ എനിക്ക് അന്ന് എനിക്ക് ഭയങ്കര വിഷമമായി പോയി. അന്നത്തെ എനിക്കത് ഭയങ്കര അന്ന് ഞാൻ വിചാരിച്ചു ഇത് ഞാനത് പുറത്തുനിന്ന് ഇറങ്ങിയാൽ പോലും ഇത് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ളത്, ഈ ഒരു റിലേഷൻ ഞങ്ങളുടെ 4 പേരുടെ. പക്ഷെ ഈ മൈൻഡ് പവർ അത്ര ഇല്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ആളാണ്. പക്ഷെ ഇത് സംസാരം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇതിന്റെ അപ്പുറമാണ്, അതൊക്കെ മേലെയാണ്. അതാണ് ചേട്ടൻ എന്തായാലും ചിന്തിക്കാം. എന്റെ ചിന്ത വേറെ, ഓരോരുത്തരുടെ ചിന്ത വേറെ. അതൊക്കെ നമ്മള് ഓരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യണ പോലെ ഇരിക്കും, അല്ലേ? ഒരു പ്രശ്നം വരുമ്പോൾ ഫേസ് ചെയ്യണത് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ തിരിച്ചു കൊണ്ടുപോയി ബിഗ് ബോസ് 6 ഇട്ട് കഴിഞ്ഞാൽ മിഥുൻ എന്തായിരിക്കും പ്രകടനം? ഞാൻ പോകില്ല ബ്രോ. സപ്പോസ് സിറ്റുവേഷൻ അങ്ങനെ പോവേണ്ടി വരികയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുള്ള ഭയങ്കര കളി കളിക്കുന്ന ഒരു മിഥുനെ കാണാൻ പറ്റുമോ? എനിക്കറിയില്ല ബ്രോ, അതൊന്നും നമുക്ക് അറിയില്ല. അങ്ങനൊന്നും ഒന്നാമത് ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല, എനിക്ക് തന്നെ അറിയാം. അതെന്റെ ആ ഒരു സമയത്ത് എൻ്റെ ഒരു മാർക്കറ്റിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ പോണത്. എൻ്റെ ബുഷൂടെ മാർക്കറ്റ്, എൻ്റെ കരിയറിനുള്ളൊരു മാർക്കറ്റ്, എൻ്റെ ഒരു ഭാഗം മാത്രമായിട്ടാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനം ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ലാലേട്ടനെ ആയിട്ട് കാണാം എന്നുള്ളൊരു വെച്ചാൽ മുന്നൊക്കെ പറഞ്ഞ മാതിരി ഷൂട്ടിങ് സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ട് ലാലേട്ടനെ കാണാൻ. അപ്പൊ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അതായത് ആഴ്ചയിൽ ലാലേട്ടൻ നമ്മളെ കാണാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പൊ ഗ്രിപ്പുള്ള ഒരു അസോസിയേഷനിലെ പ്രവർത്തകനും കൂടെയാണ്. അന്ന് ഞാൻ നേരത്തെ അതിന്റെ ഭാഗം തന്നെയാ, പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ ഇൻഫ്ലുവൻസ് കുറച്ചും കൂടി കാണിക്കാം അതില്. ബിഗ് ബോസ് സംബന്ധിച്ച് ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ച് അവസാനിപ്പിക്കാം. ഞാൻ ബിഗ് ബോസിനകത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ടാണല്ലോ 6 പേര്, പത്രപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ അതിനകത്തേക്ക് വരുമ്പോൾ ബാക്കി എല്ലാവരും ഇരുന്നുകൊണ്ട് ഉത്തരം പറയുന്നു. അപ്പം ഇരുന്നുകൊണ്ട് ഉത്തരം പറയുന്നു. പക്ഷേ മിഥുന് ഈ ഇരുന്നിട്ട് ഉത്തരം പറയാൻ പറ്റുന്നില്ല. അപ്പം മിഥുൻ നടന്നാണ് ഉത്തരം പറയുന്നത്. അതെന്തുകൊണ്ടാണ്? അത് എക്സ്പ്രഷന്, ഇമോഷൻസോ എന്താണ് അന്ന് അങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല ബ്രോ. അന്ന് ഞാൻ അങ്ങനെയായിരുന്നു, അറിയില്ല. ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും കൂളായിട്ട് ഇരുന്നിട്ടാണ് മറുപടികൾ പറഞ്ഞത്. പക്ഷെ മിഥുന് മാത്രം ഇരുന്ന് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ മിഥുൻ എണീറ്റ് ഞങ്ങളുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ആ സീനിപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മുണ്ടെടുത്ത് നടന്ന് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് അത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം. ഭയങ്കര കോൺഫിഡൻസ് തന്നെ ഒരു സംഭവമാണ്. ചിലപ്പോൾ അതായിരിക്കാം, എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ആ ഒരു ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ ഈ എന്താ പറയാ, ഒരു സംസാരിച്ച ഒരാളെ വീഴ്ത്താനുള്ള കഴിവൊന്നും എനിക്ക് അത്ര വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല. എന്നാലും കുഴപ്പമില്ലാണ്ട് സംസാരിക്കാന്നല്ലാണ്ട് കഥയൊക്കെ പ്ലാൻ ചെയ്യുമെങ്കിൽ ഇത് എക്സ്പ്രസ് ചെയ്യാൻ കുറച്ച് പാടുണ്ട്, ഇത്തിരി ബുദ്ധിമുട്ട്. ഇപ്പൊ തന്നെ നിങ്ങളോട് പറഞ്ഞേക്കണത് പുറത്ത് പോകണമോ എങ്ങനെ എനിക്കറിയില്ല. എന്റെ മനസ്സിൽ വേറെ സാധനം കിടക്കുന്നുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് വിടാൻ എനിക്കറിയില്ല. ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എനിക്ക് ഇച്ചിരി കുറവാണ്. പ്ലാനിങ് ഒക്കെ സൂപ്പറാണ്, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്ത് അത് സംസാരത്തിൽ എനിക്ക് പ്രശ്നമാണ്. ഇതിനെ സംസാരിക്കാൻ കഴിഞ്ഞാൽ നന്ദിയുണ്ട്. അപ്പോൾ ഉഷുവായിട്ട് മുന്നോട്ട് പോകൂ. ഉഷു എന്ന് പറയുന്ന പേര് ഒരുപക്ഷെ ഞങ്ങളെയൊക്കെ അറിയിച്ചത് കേരളത്തിൽ മിഥുനാണ്. അതിന്റെ കുറച്ചുകൂടെ ഉയരത്തിൽ ഞങ്ങൾക്ക് അത് കേൾക്കാൻ കഴിയും. പറഞ്ഞ മാതിരി മെയിനായിട്ട് മാർഷൽ ആർട്സ്, അത് പറഞ്ഞ മാതിരി അതിൽ നിൽക്കുന്ന കുറെ ആൾക്കാരൊക്കെ പുറത്തേക്ക് കൊണ്ടുവരണം, സെറ്റ് ചെയ്യണം, കുറെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യണം. ഇതൊക്കെ ഉണ്ട്. എനിക്ക് ഒന്നും ഉണ്ട്, അതിനൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉഷു മാത്രമല്ല, കേരളത്തിലെ അത്ലറ്റ്സിനെ എനിക്ക് എന്തെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, പറഞ്ഞ ഓരോ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ കുറെ ആൾക്കാർക്കൊന്നും പറയാൻ പറ്റാത്ത കുറെ ഇപ്പൊ ഈ അന്ന് ഈ ഇഷ്യൂ തന്നെ പറഞ്ഞില്ലേ, അപ്പൊ ആ ഇഷ്യൂ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ കുറെ പെൺപിള്ളേരും കുട്ടികളൊക്കെ എനിക്ക് മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നു, ചേട്ടാ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, പക്ഷെ പുറത്തു പറയാൻ പേടിയാണ്. ഇതൊക്കെ എന്തിനാണ് പേടിക്കണത് എന്നാണ് ആലോചിക്കണത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും? ഇല്ല ബ്രോ, ഇത് ഇപ്പൊ ഒന്നും ചെയ്യണില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണത്. ആണോ? മുടി നന്നായി മെയിൻറ്റെയിൻ ചെയ്യൂ. കുറെ പേർക്ക് ഇഷ്ടമുള്ള മുടിയാണ്. ഒരുപാട് പേരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് ആ ടൈമിലൊക്കെ. അപ്പോൾ സംസാരിക്കാൻ നന്ദിയുണ്ട് മിഥുൻ. എനിക്ക് ഞാൻ അങ്ങോട്ട് നന്ദി പറയുന്നത്.